നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു പദമായിരിക്കും മതേതരത്വം. ടിഡിൻ ഹായ്. മതേതരത്വം എല്ലാത്തിൻ്റെയും കൂടെ അപ്പുവായി മതേതരത്വം അങ്ങോട്ട് കുഴച്ചു കൊടുത്താൽ മതി. അപ്പോ ഇസ്ലാമിക തീവ്രവാദത്തോട് മൃദു സമീപനം സ്വീകരിച്ചാൽ അതെങ്ങനെയാണ് മതേതരത്വമാകുന്നത്? തീവ്രവാദത്തോട് മുഖം തിരിച്ചു നിൽക്കാൻ പറ്റണ്ടേ? അതിനോട് മൃദു സമീപനം സ്വീകരിച്ചിട്ട് നമ്മൾ വലിയ മതേതരനാണ് എന്ന് പറഞ്ഞിട്ട് അർത്ഥമുണ്ട്. അപ്പോ ഇസ്ലാമിക തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും നമ്മുടെ നാട്ടില് ചില കപട മതേതരവാദികളുണ്ട്. അവര് ഇവർക്ക് വേണ്ടി കുഴലൂതിക്കൊണ്ടിരിക്കുക. അതായത് നുഴഞ്ഞു കയറ്റക്കാരായിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദികൾക്ക് പൗരത്വം ഉറപ്പിക്കുന്നതിന് വേണ്ടി തെരുവിലവർ പ്രകടനങ്ങൾ നടത്തും, യുദ്ധം നടത്തും. കാരണം എന്താ? അവരൊക്കെ സഹോദരങ്ങളാണ്. അവർ അനധികൃതമായിട്ട് കുടിയേറിയവരാണോ അല്ലേ എന്നറിയില്ല. പക്ഷേ അവര് മുസ്ലിങ്ങളാണ്, നമ്മുടെ സഹോദരങ്ങൾ. ഞാന് 2-3 വർഷം മുമ്പ് ഒരു ഒളി ക്യാമറ ദൃശ്യം കണ്ടിരുന്നു. എങ്ങനെയോ ലീക്കായതാണ്. ഞാൻ ഒരുപാട് തവണ ഞാനത് വീഡിയോ ദൃശ്യങ്ങളിൽ നിങ്ങളെ കാണിച്ചിട്ടുമുണ്ട്. മതേതരത്വം എന്ന പദത്തിന് ഇന്ന് കേരളത്തിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? അതല്ലെങ്കിൽ ആരാണ് മതേതരത്വത്തെ ദുർവ്യാഖ്യാനം ചെയ്തത് എന്ന് ആ വീഡിയോ കണ്ടാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടും. സത്യം വിളിച്ചു പറയുന്നവരെ ഈ രാജ്യത്തെ മത തീവ്രവാദികളുടെ കരങ്ങളിൽ അകപ്പെട്ട് ഞെരിഞ്ഞമരാതിരിക്കുന്നതിനു വേണ്ടി മതഭീകരതയ്ക്കെതിരെ പൊരുതുന്നവരെ വർഗീയവാദികൾ എന്ന് വിളിക്കുന്ന, അതല്ലെങ്കിൽ സംഘികൾ, ചാണകങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന ആളുകളോട് ഒന്നും പറയാനില്ല. നമ്മുടെ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. കേരളത്തെയാണ് ആദ്യം ഇവർ ലക്ഷ്യം വെക്കുന്നത്. കാരണം എന്താ? കേരളമാണ് അവർക്ക് എളുപ്പം മതവൽക്കരിക്കാൻ. കാരണം കേരളത്തിൽ അവർക്ക് എതിർക്കാൻ ആളില്ല. ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ നമുക്ക് ആരാ എതിരാളികൾ? നമുക്ക് എതിരാളികളില്ല. CA റൌഫ് പറഞ്ഞതുപോലെ നമുക്ക് എതിരാളികളില്ല. നമ്മുടെ പോക്കറ്റിൽ കനമുള്ളിടത്തോളം കാലം, വിദേശത്ത് നിന്ന് ഫണ്ടുകൾ ഒഴുകി കിട്ടുന്നിടത്തോളം കാലം നമ്മൾ ഇനി ആരെ ഭയക്കാനാണ്? ഇവിടെ ഇസ്ലാം മത രാജ്യമാക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ഥാപക നേതാവായിട്ടുള്ള അഹമ്മദ് ഷെരീഫും വനിതാ നേതാവായിട്ടുള്ള AS സൈനബയും പറഞ്ഞ വീഡിയോ ആണ് ഒളി ക്യാമറയിൽപ്പെട്ടത്. അഖിലയുടെ റെഡിമെയ്ഡ് ഉമ്മയായിട്ട് പ്രത്യക്ഷപ്പെട്ടില്ലേ സൈനബ? അതേ സൈനബ. ആ മതേതരന്മാരെ കേരളം ആ ഒളി ക്യാമറ ദൃശ്യത്തിലൂടെ ശരിക്കും മനസ്സിലാക്കി. ആരാണ് വർഗീയവാദി എന്ന് മനസ്സിലായി. ആ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട് കേട്ടോ, കാണണം. എന്നിട്ട് നിങ്ങളൊന്ന് തീരുമാനിക്കണം, എന്തുകൊണ്ടാണ് നമ്മൾ ചാടകമായി മാറിയത്, എന്തുകൊണ്ടാണ് നമ്മൾ മതഭീകരതയ്ക്കെതിരെ ശബ്ദിക്കുന്നത് എന്ന്. കോടിക്കണക്കിന് ഹവാല പണമാണ് മതം മാറ്റൽ ജിഹാദിനു വേണ്ടി, മുസ്ലിം പെൺകുട്ടികളെ ലവ് ജിഹാദിൽ അകപ്പെടുത്തുന്നതിനു വേണ്ടി പോപ്പുലർ ഫ്രണ്ടിന്റെ കരങ്ങളിലേക്ക് വന്നു ചേരുന്നത്. എവിടെ നിന്നാ? മിഡിൽ ഈസ്റ്റിൽ നിന്ന്. എന്നെ ചാണകമെന്ന് വിളിക്കുവാണെങ്കിൽ മതേതരന്മാരെ നിങ്ങളെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? മുമ്പ് ഇന്ത്യ ടുഡേ നടത്തിയ ഒരു ഒളി ക്യാമറ ഓപ്പറേഷനിൽ കുടുങ്ങിയപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ വനിതാ വിഭാഗമായിട്ടുള്ള വിമൻസ് ഫ്രണ്ടിന്റെ അധ്യക്ഷയായിട്ടുള്ള AS സൈനബ, പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ഥാപക നേതാവും തേജസ് എന്ന മാസികയുടെ അസോസിയേറ്റ് എഡിറ്ററുമായിട്ടുള്ള മുഹമ്മദ് ഷെരീഫും പറഞ്ഞതാണ്, ആദ്യം ഇന്ത്യയെയും അതിനുശേഷം ലോകത്തും ഇസ്ലാം
രാജ്യം സ്ഥാപിക്കണം. ആദ്യം ഇന്ത്യയിൽ കേരളം. ഇവർക്ക് എതിരാളികളില്ലല്ലോ. സൈനബയുടെയും ഷെരീഫിന്റെയും ലക്ഷ്യം അതാണ്. പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന ഇവർ സ്ഥാപിച്ചത് തന്നെ ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. നമ്മളുടെ ലക്ഷ്യം ഇതാണ് എന്ന ആ വീഡിയോയിൽ അവർ കൃത്യമായി പറഞ്ഞു വെക്കും. മതപരിവർത്തനം നടത്തുന്നു എന്ന് അവര് പരസ്പരം സമ്മതിക്കുന്നു. അതിനകത്ത് സൈനബ പറയുന്നത് സത്യസരണി പോലെയുള്ള കേന്ദ്രങ്ങളെ വിളിക്കുന്നത് മതപരിവർത്തന കേന്ദ്രം എന്നല്ല, ചാരിറ്റബിൾ സ്ഥാപനങ്ങളെന്നോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ എന്നാണ് നമ്മൾ വിളിക്കേണ്ടത്. എന്നാൽ മതം മാറുന്നവർ അവിടെ തന്നെ താമസിക്കുകയും അവർക്ക് മതം മാറുകയും ചെയ്യാം, മതം മാറ്റേണ്ടവരെ കൊണ്ടുവന്ന് പാർപ്പിക്കുകയും ചെയ്യാമല്ലോ എന്നാണ്. അവിടെ മതം മാറുന്നില്ലേ എന്ന ചോദ്യത്തിന് അവർ അതെ മറുപടി പറയൂ. ആ വീഡിയോയില് അവരക്കാര്യം പുറത്തു പറയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് സാധ്യത കുറവാണ്. എവിഡൻസ് ഇല്ലല്ലോ. മതം മാറിയ ശേഷമല്ലേ അവര് പുറത്തു പോകുന്നത്. അവര് പുറത്തു പോകാതെ നമ്മൾ നോക്കിയാൽ പോരെ സൈനബയുടെ ഭാഷ്യം. ഇത്തരം സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന രീതിയും ഈ സൈനബ വിശദീകരിക്കുന്നുണ്ട്. 15-16 ആളുകളെ ഉൾപ്പെടുത്തി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുക. അതിനുശേഷം ഒരു സെന്ററിന് പറ്റിയ സ്ഥലം കണ്ടെത്തണം. അവിടെ പള്ളി, ഭക്ഷണ താമസ സൗകര്യങ്ങളൊക്കെ തയ്യാറാക്കുക. അത് കഴിഞ്ഞിട്ട് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം സർക്കാരിൽ രജിസ്റ്റർ ചെയ്താണ് പ്രവർത്തനം തുടങ്ങേണ്ടത്. മതം മാറ്റ കേന്ദ്രം എന്നായിരിക്കില്ല രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നീട് ഇസ്ലാമിനെ കുറിച്ചും മറ്റും പഠിപ്പിക്കാം. ആ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്ന് ആ വീഡിയോയിൽ സൈനബ പറയും. മതം മാറുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ മറ്റു കേന്ദ്രങ്ങളെയാണ് ഇവർ സമീപിക്കുന്നത്. അവർ ആ മതം മാറ്റുന്ന സ്ഥാപനങ്ങളല്ല സർട്ടിഫിക്കറ്റ് നൽകുന്നത്. സത്യസരണിയിൽ നിന്നും മതം മാറി എന്ന സർട്ടിഫിക്കറ്റ് നൽകിയാൽ ഇതൊരു മതം മാറ്റ കേന്ദ്രമാണ് എന്ന് മറ്റുള്ളവർ അറിയില്ലേ എന്ന ചോദ്യത്തിന് മറ്റ് സ്ഥാപനങ്ങളുടെ സർട്ടിഫിക്കറ്റ് നൽകുകയോ അതല്ലെങ്കിൽ നോട്ടറിയുടെ സാന്നിധ്യത്തിൽ സ്വയം സാക്ഷ്യപ്പെടുത്തുകയോ ചെയ്യാമല്ലോ എന്നാണ് സൈനബയുടെ മറുപടി. എന്തുമാത്രം ഇതിന് പിന്നിൽ ഇവരുടെ തല വർക്കൗട്ട് ആകുന്നുണ്ട് എന്ന് നോക്ക്. സർക്കാർ അനുമതിയോടുകൂടി മതം മാറ്റാൻ അനുവാദമുള്ള പൊന്നാനിയിലെ മൗനത്തുൽ ഇസ്ലാം സഭ, കോഴിക്കോട്ടെ തർബിയത്തുൽ ഇസ്ലാം, ഈ സ്ഥാപനങ്ങളുമായി നമുക്ക് ബന്ധമുണ്ടെന്നും നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടാറുണ്ടെന്നും സൈനബ വീഡിയോയിൽ പറയും. പോപ്പുലർ ഫ്രണ്ടിനും സത്യസരണിക്കുമൊക്കെ സാമ്പത്തിക സഹായം ഹവാല ഇടപാട് വഴിയാണ് ലഭിക്കുന്നത് എന്ന് ഷെരീഫ് പറയുന്നതും ദൃശ്യങ്ങളിലുണ്ട്. വീഡിയോയിലെ സംസാരം ഇങ്ങനെയാണ്. റിപ്പോർട്ടർ ചോദിക്കുവാണ്, ഇസ്ലാമിക രാജ്യമാണോ അന്തിമ ലക്ഷ്യം? PFIക്കും സത്യസരണിക്കും ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകം മുഴുവനും ഇസ്ലാം രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ഒളി അജണ്ടയുണ്ടോ? ഉത്തരം അഹമ്മദ് ഷെരീഫ് പറയുവാണ്, ലോകം മുഴുവനും അതാണ് ലക്ഷ്യം. ലീക്കായ വീഡിയോയാ. റിപ്പോർട്ടർ അടുത്ത് ചോദിക്കുക, ലോകം മുഴുവനുമോ അതോ ഇന്ത്യയിലോ? അഹമ്മദ് ഷെരീഫ്, ഇന്ത്യയെ ഇസ്ലാം മതരാഷ്ട്രമാക്കിയ ശേഷം അവർ മറ്റു രാജ്യങ്ങളിലേക്ക് പോട്ടെ. റിപ്പോർട്ടർ, മിഡിൽ ഈസ്റ്റിൽ നിന്നും പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി നിങ്ങൾ ഫണ്ട് കൊണ്ടുവരുന്നുണ്ടോ? മുഹമ്മദ് ഷെരീഫ്, അതെ. റിപ്പോർട്ടർ, എത്ര രൂപയാണ് നിങ്ങൾ ആ സമയത്ത് കൊണ്ടുവന്നത്? ഇത് രഹസ്യമായിട്ട് അവര് സംസാരിച്ചതാണ്. അപ്പൊ അഹമ്മദ് ഷെരീഫ് ആ സമയത്ത് പറയാ, ആ സമയത്തിന് 10 ലക്ഷം രൂപയോ മറ്റോ. റിപ്പോർട്ടർ, 10 ലക്ഷം എങ്ങനെ അയച്ചത്? ഷെരീഫ് പറയൻ, ഹവാല. റിപ്പോർട്ടർ, ഹവാലയോ? ഷെരീഫ്, അതെ. നിങ്ങളോട് പറഞ്ഞില്ലേ ഇത് സാധ്യമാണ്, ഇങ്ങനെ ചെയ്യാറുണ്ട്, ഇത് സ്ഥിരമാണ്, ഇത് കുറെ കാലമായിട്ട് നടന്നു വരുന്നതാണ്. റിപ്പോർട്ടർ അപ്പൊ ചോദിക്കാണ്, ഹവാല മാത്രമാണോ നമ്മുടെ പണം വരുന്ന വഴി? ഷെരീഫ്, 2 വഴിയിലും ഇത് വരുന്നുണ്ട്. റിപ്പോർട്ടർ, PFIക്കും സത്യസരണിക്കും. ഷെരീഫ്, അതെ. കേരളത്തിൽ നടക്കുന്ന നിർബന്ധിത മതപരിവർത്തനങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയ്ക്കുള്ള പങ്ക് എന്താണ് എന്ന്
സർക്കാരുകൾ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. പണം നൽകിയും ഭീഷണിപ്പെടുത്തിയും മത പരിവർത്തനം നടത്തുന്ന ഒരു പ്രവണത നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു വരുവാണ്. പ്രേമത്തിൽ കുടുക്കി, ഗർഭത്തിലാക്കി, വീഡിയോയിലെ നാർക്കോട്ടിക് ഏതെല്ലാം രൂപത്തിൽ അന്യമതസ്ഥരെ ഇസ്ലാം മതത്തിലേക്ക് ചേർക്കുന്ന ഈ രീതി, ലവ് ജിഹാദ്, ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികളുടെയും പ്രവർത്തനങ്ങൾ ഒരിക്കലും ഒരു ബഹുസ്വര സമൂഹത്തിന് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. എത്രയെത്ര ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെയാണ് ഇവർ സത്യസരണി വഴി മതം മാറ്റിയിട്ടുള്ളത്. എത്രയെത്ര സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങളെയാണ് ഇവർ അട്ടിച്ച് തകർത്തത്. കേരളം മതം മാറ്റത്തിന്റെ ഈറ്റില്ലമാക്കിയത് പോപ്പുലർ ഫ്രണ്ട്. ഇവരുടെ ലക്ഷ്യം കേരളത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുക എന്നതാണ്. ഇത് തന്നെയാണ് ബാലുശ്ശേരിയും പറഞ്ഞു വെച്ചത്, ഇസ്ലാം മത രാഷ്ട്രമാക്കി മാറ്റുക. ഇതൊക്കെയായിട്ടും ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്ന ആളുകളുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അവനവന്റെ വീടുകളിൽ നടക്കണം. അതുവരെ ലവ് ജിഹാദ് ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാം. അവനവന്റെ തൊടയിൽ നുള്ളിയാലേ വേദന അറിയാൻ പറ്റൂ. അപ്പോഴേ ഈ ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല രസമല്ലേ? അങ്ങനെയല്ലേ പൊതുവെ പറയാറുള്ളത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വരുമ്പോൾ അതൊരു സുഖമാണ്, അതൊരു സന്തോഷമാണ്, മറ്റുള്ളവരുടെ വേദനകളല്ലേ. അവനവന്റെ ജീവിതത്തിൽ വരണം. അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു കനയ്യലാലിനെ? നൂപുർ ശർമ്മ, മറന്നിട്ടില്ലല്ലോ. ഒരു ചാനൽ ഡിബേറ്റാ, ഒരു ചാനൽ ചർച്ചയാ. തസ്ലീം അഹമ്മദ് റഹ്മാനി എന്ന വ്യക്തി എതിർഭാഗത്ത്, ഇപ്പുറത്ത് നൂപുർ ശർമ്മ എന്ന BJP അഡ്വക്കേറ്റ്. ഗ്യാൻവാപ്പി വിഷയത്തിലെ ഒരു ചർച്ച ടൈംസ് നൗ എന്ന് പറയുന്ന ചാനലിൽ. ആ വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പരാമർശം തസ്ലീം അഹമ്മദ് റഹ്മാനി എന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ഉന്നയിക്കും. നിങ്ങൾക്കിപ്പോ മുട്ടിപ്പായി പ്രാർത്ഥിക്കണമെങ്കിൽ ശിവലിംഗം തന്നെ വേണമെന്നൊന്നും ഇല്ലല്ലോ. ഏതെങ്കിലും കല്ലോ കയറോ ഒക്കെ കിട്ടിയാലും നിങ്ങളത് ശിവലിംഗാണെന്നും പറഞ്ഞ് കയ്യും കാലം കഴുകി അതിനെ നമിക്കും. കാരണം അത്രയ്ക്ക് വിവരദോഷികളാണ് നിങ്ങളെന്നാ പറഞ്ഞു വെച്ചത്. അപ്പോ നൂപുർ ശർമ്മയ്ക്കും വിഷയങ്ങളൊക്കെ ഏതാണ്ട് മനസ്സിലായി, ഇസ്ലാം എന്താണെന്നും ഒക്കെ. ഏത് വിഷയത്തിലെ സ്ഥിരതയാണ് മുഹമ്മദ് കോയ ചോദിക്കുന്നത്? അപ്പോ നൂപുർ ശർമ്മ പ്രവാചകനെ സംബന്ധിക്കുന്ന 3 പരാമർശങ്ങൾ നടത്തി. ഒന്ന്, നിങ്ങള് ശിവലിംഗത്തെ കുറിച്ചിട്ടാണല്ലോ ഈ പറയുന്നത്. ശരി, എന്നാ പിന്നെ ബുറാഖ്, കഴുതയും കുതിരയും അല്ലാത്തൊരു ജീവിയുടെ പുറത്ത് കയറി പ്രവാചകൻ പോയത്, അത് മിത്താണോ? അല്ല, ഭൂമി പരന്നിട്ടാണോ ഉരുണ്ടിട്ടാണോ? ഖുർആൻ എന്തോ പറയുന്നേ? 9 വയസ്സുള്ള കൊച്ചുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട 6 വയസ്സുകാരിയെ കെട്ടിയ നബിയെ കുറിച്ച് കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. 3 പരാമർശം. 51 ഇസ്ലാമിക രാജ്യങ്ങൾ ഇളകി. എന്തേ കാര്യം? ഇസ്ലാമിന് കോട്ടം തട്ടി. ഇന്ത്യയോട് മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടു. നരേന്ദ്രമോദി പറഞ്ഞു, ഞാൻ കോപ്പ് പറയും. അപ്പോഴേക്ക് ഇറാന്റെ തുറമുഖമൊക്കെ പിടിച്ചെടുത്ത് അഫ്ഗാന്റെയും ഇറാന്റെയും ഒക്കെ ഭക്ഷണ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന കണ്ടെയ്നർ വഴിയുള്ള വാഹനങ്ങൾ ഗതാഗതമൊക്കെ തടസ്സപ്പെടുത്തി. തുറമുഖമൊക്കെ അപ്പോഴേക്ക് തന്നെ ഇന്ത്യ പിടിച്ചെടുത്ത് കഴിഞ്ഞു. പിന്നെ മാപ്പുമില്ല കോപ്പുമില്ല. ആദ്യം ഖത്തർ നോക്കി കണ്ണുരുട്ടി, ഇന്ത്യ മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് ആ ഉരുട്ടല് വേസ്റ്റായി. അങ്ങനെ കണ്ണുരുട്ടിയാൽ ഭയപ്പെടുന്ന ഭരണാധികാരി അല്ല നരേന്ദ്രമോദി. കാരണം നൂപുർ ശർമ്മ പറഞ്ഞത് ഉള്ള കാര്യമാണ്. ഭൂരിപക്ഷം ആളുകൾക്കും ഇതിന്റെ മിഥ്യാധാരണകളൊക്കെ അറിയാമെങ്കിലും അധികം ആളുകളും തുറന്നു പറയാൻ ധൈര്യപ്പെടാറില്ല. പക്ഷേ പെണ്ണുരുത്തി തുറന്നു പറഞ്ഞു നൂപുർ ശർമ്മ.
ശരിക്ക് കൊടുത്തു അണ്ണാക്കില്. ആ നൂപുർ ശർമ്മയെ പിന്തുണച്ചു എന്നതിന്റെ പേരിൽ കാൻപൂരിൽ കനയ്യലാൽ എന്ന് പറയുന്ന തയ്യക്കടക്കാരനെ 10 സെക്കൻഡ് കൊണ്ട് കഴുതറുത്തു. ഒരുത്ത നിന്ന് വീഡിയോ പിടിച്ചു. അപ്പമാര് രണ്ടുപേരും കനയ്യലാലിനെ കൊന്ന് വീഡിയോയും പിടിച്ച് എത്തിക്കേണ്ടടുത്തൊക്കെ എത്തിച്ചു കൊടുത്തതിന് ശേഷം ബൈക്കിൽ പോയി രക്ഷപ്പെട്ടൊരു മൂലയ്ക്ക് പോയിരുന്നിട്ട് ഈ കത്തി കാണിച്ചിട്ട് അടുത്തത് നരേന്ദ്രമോദിയുടെ തലയാണ് എടുക്കുന്നത് എന്നും പറഞ്ഞു. ഇപ്പൊ അവന്മാരെവിടാണെന്ന് അറിയാമോ? മോദിയെ കൊല്ലുമെന്ന് പറഞ്ഞതാ, കത്തി കാണിച്ചിട്ട് പേടിപ്പിച്ചതാ. എന്നിട്ടിപ്പ ഇവിടെ ഇത്രയേ ഉള്ളൂ കാര്യം. മര്യാദയ്ക്ക് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം, അതല്ലെങ്കിൽ തീഹാർ ജയിൽ തന്നെ ശരണം. അപ്പൊ കനയ്യലാൽ ഒരു പക്ഷേ ഒരു ഹിന്ദുവായതുകൊണ്ടല്ലേ നമ്മുടെ രാജ്യം രക്ഷപ്പെട്ടത്. മറിച്ച് കൊല ചെയ്യപ്പെട്ടതൊരു മുറിയനായിരുന്നെങ്കിൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഞാനത് അന്ന് പറഞ്ഞിട്ടുണ്ട്. ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യക്ക് നാണം കെട്ട് തല കുനിച്ച് നിൽക്കേണ്ടി വരത്തില്ലായിരുന്നോ? ഇടതുപക്ഷങ്ങൾ പറയില്ലേ, ഓ നിരപേക്ഷത തകർന്നു പോകത്തില്ലായിരുന്നു രാജ്യത്തിന്റെ. കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായത്തിലും ഇടത് ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായത്തിലുമൊക്കെ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ തകർന്ന് തരിപ്പണമായി നരേന്ദ്രമോദി നാണം കെട്ട് തലവെടിയെ തുണിയിട്ട് നടക്കേണ്ടി വന്നേ. ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയുടെ തകർന്ന മതേതരത്വം ഉയർത്തി കാണിച്ച് രാജ്യം നാണം കെട്ടു എന്നൊക്കെ വിളിച്ചു പറയാനുള്ള സാംസ്കാരിക പ്രതിഭകളുടെ സുവർണ അവസരമാണ് കനയ്യലാല് കാരണം നഷ്ടപ്പെട്ടത്. വിദേശ സെലിബ്രിറ്റികളുടെ ടൂൾ കിറ്റും പിന്നീട് കണ്ടില്ല നമ്മൾ. ഇന്ത്യൻ ഫാസിസത്തെ പറ്റി വല്ലാതെ വെകിളി പിടിക്കുന്ന ഒവൈസി അറിഞ്ഞില്ല, ഇതൊന്നും ഒരു പ്രസ്താവനയും വന്നില്ല. കാരണം എന്താ? വേട്ടക്കാരി ഞമ്മന്റെ ആളുകളല്ലേ. വേട്ടക്കാരായിട്ട് വരുന്നത് മുറിയന്മാരാണെങ്കിൽ നമ്മൾ നിശബ്ദത പാലിക്കും. നരേന്ദ്രമോദി രക്ഷപ്പെട്ടു. 140-ലധികം കോടി ജനതയുടെ ശിരസ് ഉയർത്തുന്നതിന് പകരം നരേന്ദ്രമോദിക്ക് ശിരസ് താഴ്ത്തേണ്ടി വന്നില്ലല്ലോ. കനയ്യലാല് ജീവൻ കൊടുത്തത് അങ്ങനെ രക്ഷിച്ചു അല്ലേ. ഇവിടെ എങ്ങനെയാ? ഒരു മതതീവ്രവാദിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മതേതരത്വം തകർന്നു പോകുമെന്ന് പറഞ്ഞ് സെക്യുലറിസ്റ്റുകൾ നിലവിളിക്കും. എതിർഭാഗത്ത് നിൽക്കുന്ന മുസ്ലിം വേട്ടക്കാർക്ക് വേദനിക്കുമ്പോൾ ഇന്ത്യയുടെ ശിരസ് കുനിയും, നാണം കെട്ട് കുനിഞ്ഞു പോകും. പ്രബുദ്ധരായിട്ടുള്ള ആളുകൾക്ക് വേദനിക്കും. അവര് ഗാസയ്ക്ക് വേണ്ടി കരയുന്നത് പോലെ ഓൾ ഐസ് ഓൺ കനയ്യലാലിന് പകരം ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ അവന്റെ പേരിലേക്ക് മാറിയേനെ. ഈ മതഭീകരന്മാരുടെ മതവെറിക്ക് ഇരയാകേണ്ടി വന്ന ഒരു കുടുംബത്തിന്റെ അത്താണിയായിട്ടുള്ള കനയ്യലാൽ ഈ രാജ്യത്തെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. കാരണം മതതീവ്രവാദികളുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടത്തെ മതേതരത്വം കാറ്റിലാടിക്കളിക്കും. അതല്ലേ നമ്മുടെ രാജ്യത്തിന്റെ പതിവ്. ഇന്ന് ആളുകൾ ഏറെ ചിന്തിച്ചു തുടങ്ങി. അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. ക്രമേണ ആദ്യം എന്നെയൊക്കെ വന്ന് പൂര തെറി പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ വന്ന് അനുമോദിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം. ആളുകൾ മാറി തുടങ്ങിയിരിക്കുന്നു. നമ്മൾ എന്തിനു വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് തന്നെ നല്ല ലക്ഷണം. ഇവരുടെ പകൽ മാന്യത വൈറ്റ് കോളർ ഭീകരതയോടുകൂടി ചെങ്കോട്ടയിൽ ആക്രമണം നടത്താൻ തീരുമാനിച്ചിരുന്ന ഷഹീൻ സെയ്ദ് എന്ന് പറയുന്ന ഹൂറി അടക്കമുള്ളവരുടെ റിസിൻ എന്ന് പറയുന്ന മാരകമായ വിഷപദാർത്ഥ ഉൽപ്പന്നം, അതിന്റെ ഫൗണ്ടർ ഹെഡ് ഇവരാണ് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. ഇവരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല. കാരണം 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര കിതാബ് ഉൽപ്പാദിപ്പിച്ച മതവിഷം കാരണം, അന്യമത വിരോധം കാരണം ഇന്നും മനുഷ്യന്മാർ ഉള്ളിന്റെ ഉള്ളിൽ പകയും പേറി ജീവിക്കുവാണ് എന്ന യാഥാർത്ഥ്യം. കാരണം
എന്തുവാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് എന്ന് നമ്മളാരും പറയാതെ തന്നെ ഇന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് എതിർ ശബ്ദങ്ങൾ വർദ്ധിച്ചു വരുന്നത്. എതിർ ശബ്ദങ്ങൾക്ക് മൂർച്ച കൂടുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇന്ന് ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കുന്ന ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുണ്ട്. അതിന് സംഖ്യയാകണമെന്നില്ല, അതിന് ചാണകമാകണമെന്നില്ല, അതിന് മതം വിട്ടവരാകണമെന്നുമില്ല. ആളുകൾക്ക് ഇന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പര്യാപ്തമാണ്. അല്ലെന്ന് നിങ്ങളൊന്ന് പറ. മുമ്പൊക്കെ നമ്മളുടെ ശബ്ദങ്ങൾ ഒറ്റപ്പെട്ടു പോയിട്ടില്ലേ? നമ്മൾ മാത്രമല്ലേ ഈ ഗോത്രീയതയെ എതിർത്ത് രംഗത്ത് വന്നിട്ടുള്ളൂ? പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കാൻ ഭയം. അഭിമന്യു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വർഗീയത തുലയട്ടെ എന്ന് മതിലിൽ എഴുതി വച്ചതിന്റെ പേരിൽ ക്രൂരമായി കൊന്നു കുടൽമാല പുറത്തെടുത്തത് ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്ന PFIയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് എന്ന് പറയാൻ ഭയന്ന സെക്യുലറിസ്റ്റുകളെ ചാനലിൽ നേരിട്ട ആളാ ഞാൻ. അവരുടെ പേര് പറയാൻ പോലും ഇവർക്ക് ഭയമാണെങ്കിൽ ഈ തീവ്രവാദികളെ ആരെതിർക്കും? ഈ ഭീകരതയെ ആരെതിർക്കും? പോപ്പുലർ ഫ്രണ്ട് ഒരു ഹർത്താൽ നടത്തി. അവര് എപ്പോഴൊക്കെ ഹർത്താലുകൾ നടത്തിയിട്ടുണ്ടോ അപ്പോഴെല്ലാം അത് കലാപത്തിലേ കലാശിച്ചിട്ടുണ്ട്. അവരൊരു വാട്സാപ്പ് ഹർത്താൽ നടത്തി, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ സ്ഥാപനങ്ങൾക്കും ആരാധനാലയങ്ങൾക്കുമെതിരെ മാത്രം തെരഞ്ഞു പിടിച്ചവർ ആക്രമണം നടത്തി. ആ ഹർത്താലിനെതിരെ കൂടുതൽ നടപടി അനിവാര്യമായി വന്നു. കോടതി ഇടപെട്ടു. സമൂഹത്തില് വിഭജനമുണ്ടാക്കാനുള്ള മത തീവ്രവാദികളുടെ നീക്കത്തിനെ തടയിടാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം എന്ന് പറഞ്ഞ് ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ, നിരീക്ഷകർ ബഹളം. അങ്ങനെയാണ് ആളുകൾക്ക് കാര്യം മനസ്സിലായി തുടങ്ങിയത്. എന്തുകൊണ്ടാണ് ഇവരുടെ പേര് കേട്ടാൽ ഉടനെ ആളുകൾ ഭയക്കുന്നത്? ഇവര് ചെയ്തതൊക്കെ തന്നെ എന്തുകൊണ്ടാണ് ആളുകൾ ഭയക്കുന്നത് പറയാൻ, ഇവരുടെ പേര് പറയാൻ? 1970-കളില്, അതായത് അന്ന് 1950-കളിലും മലയാളികൾക്ക് പേർഷ്യ, അറബ് നാടുകളിലൊക്കെ പോകാൻ ആ സമയത്താണ് വ്യാപകമായിട്ട് തുടക്കം വെക്കുന്നത് പല ആളുകളും. അങ്ങനെയാണ് അറബി പണത്തിന്റെ കുത്തൊഴുക്ക് ഇങ്ങോട്ട് ഒഴുകാൻ തുടങ്ങിയത്. 1990 പലരും കോടീശ്വരന്മാരായി. ഒമാനിലെ സലാലയിലെ ഹൈപ്പർ മാർക്കറ്റില് വേണ്ടി മരുഭൂമി കുഴിച്ചപ്പോൾ കണ്ട ഒരു പഴയ പുരുഷന്റെ സ്കെൽട്ടൺ കിട്ടി. അവിടെ ഉടനെ തന്നെ ഒരു ദർഗ കെട്ടിപ്പൊക്കി. പൂവും അഗർബിത്തിയും ഒക്കെ കത്തിക്കാൻ തുടങ്ങി. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാൾ എന്ന രാജാവ് ഒരു രാത്രി മട്ടുപ്പാവിൽ ഭാര്യാസമേതം ഇരിക്കുന്ന സമയത്ത് പൂർണ്ണചന്ദ്രനെ ആകാശത്ത് രണ്ടായി പിളർന്ന് കണ്ടതിന് ശേഷം അദ്ദേഹം മതം മാറി അറേബ്യയിലെ മക്കയിലേക്ക് പോയെന്നുമൊക്കെയാണ് ഇവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. മുഹമ്മദ് നബിയെ കണ്ടു, ഹജ്ജ് ചെയ്തു, മടക്കയാത്ര വഴി ഒമാനിലെ സലാലയിൽ വെച്ച് മരണപ്പെട്ടു, അവിടെ അദ്ദേഹത്തെ അടക്കം ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെരും ഹിമാലയൻ നുണ വച്ച് കാച്ചി കേരളത്തിലെ മുസ്ലിങ്ങളിൽ അതിവേഗം അത് പടർന്നു പിടിച്ചു. നുണകൾക്ക് അങ്ങനെയാണ്, വളരെ ഫാസ്റ്റായിട്ട് സഞ്ചരിക്കാൻ പറ്റും. കേരളത്തിലെ ഒരു മെഗാ നുണ വളരെ സ്പ്രെഡായി. ഉത്തരേന്ത്യക്കാർ, പാകിസ്ഥാനികള്, ബംഗ്ലാദേശികൾ തുടങ്ങിയ ആളുകൾക്ക് ഇത് മൈലേജായി. എല്ലാവരും ചരിത്രങ്ങളെല്ലാം ഒരു വിഭാഗത്തിന് അനുകൂലമായി വളച്ചൊടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിരുന്നാലും, മാപ്പിള കലാപമായിരുന്നാലും, മാറാടായിരുന്നാലും, ഗുജറാത്ത് ഗോത്ര ഏതെടുത്തിരുന്നാലും ശരി, ഒരു പ്രത്യേക മതവിഭാഗത്തിന് അത് അനുകൂലമാക്കി മാറ്റാൻ ഇവർ ശ്രമിക്കാറുണ്ട്. ഇരവാദം. ചേരമാൻ പെരുമാളിന്റെ ജനനം മുതൽ അയാൾ മരിച്ചതുവരെയുള്ള ജീവചരിത്രം നായനാർമാരുടെ ചരിത്രം വിവരിക്കുന്ന 9-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട തമിഴ് ഗ്രന്ഥമായിട്ടുള്ള ചേക്കീഴാർ പെരിയ പുരാണത്തിൽ വിവരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് 17-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട കേരളോൽപ്പത്തിയിലും പെരുമാളെ പറ്റി തന്നെ പറയുന്നത്. ഇതാണ്. തന്നെയുമല്ല, ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ നിന്നും തൃക്കാക്കര വാമന ക്ഷേത്രത്തിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട ചെമ്പ് പാളി ലിഖിതങ്ങളിലും പെരുമാളിന്റെ വ്യക്തമായിട്ടുള്ള ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. 1-ാം ചേര സാമ്രാജ്യം ക്രിസ്തുവിന്റെ കാലത്ത് വടക്കൻ കേരളം ഭരിച്ചിരുന്ന മൂഷിക രാജവംശത്തിലെ ഏഴിമല നന്നൻ എന്ന രാജാവിനെ വാഗൈ പെരുന്തുറ എന്ന സ്ഥലത്ത് വെച്ചിട്ട് നാർമുടിച്ചേരൽ എന്ന് പറയുന്ന ചേര രാജാവ് പരാജയപ്പെടുത്തി. അങ്ങനെ കേരളത്തിൽ ചേരവാഴ്ച ഉദയം ചെയ്തു. 1-ാം ചേര സാമ്രാജ്യം വേണാട്, പിന്നെ കർക്കാനാട്, കുട്ടനാട്, കുടനാട്, ഊഴിനാട്, ഇങ്ങനൊക്കെ കുറെ പ്രദേശങ്ങൾ ചേർന്നായിരുന്നു ഇന്നത്തെ തലസ്ഥാനം. തിരുവഞ്ചിക്കുളം. 1-ാം ചേര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ചേരൻ ചെങ്കുട്ടവനാണ്. ഇദ്ദേഹം കടൽ കൊള്ളക്കാരെ തുരത്തി അറബിക്കടൽ ഗതാഗതത്തിന് അനുയോജ്യമാക്കി മാറ്റിയെന്നൊക്കെയാണ് ചരിത്രത്തിലുള്ളത്. അങ്ങനെ അദ്ദേഹത്തിന് കടൽ പിറകൂട്ടിയ വെനകെഴു കുട്ടുവൻ എന്നോ അങ്ങനെ കണ്ടൊരു വിശേഷണം കിട്ടിയത്രേ, വേൽക്കെഴു കുട്ടുവൻ. ഇതൊന്നുമല്ല പിൽക്കാലത്ത് വരുന്ന ചരിത്രം. നമ്മുടെ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പറയുന്നുണ്ട്, ഈ ചേരമാൻ പെരുമാളൊക്കെ ഈ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് അവരുടെ പുരുഷന്മാർ 40 പേരായിരുന്നെന്നും അവർക്ക് കല്യാണം കഴിക്കാൻ 14 പേരല്ലേ, അവർക്ക് കല്യാണം കഴിക്കാൻ പെണ്ണുങ്ങളെ കിട്ടിയില്ല. അങ്ങനെ രാജാവിനോട് സംസാരിച്ചപ്പോൾ രാജാവ് ഹിന്ദു പെണ്ണുങ്ങളോട് അവരോട് കല്യാണം കഴിച്ച് അവരുമായിട്ട് ഒരുമിച്ച് ജീവിക്കണമെന്നും അവർക്ക് അടുത്ത തലമുറ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കണമെന്നും പറയുന്നു. അങ്ങനെ പെണ്ണുങ്ങൾ കെട്ടുന്നു, ജുമാ നമസ്കരിക്കണം, 40 പേരില്ല. അങ്ങനെ ഹിന്ദുക്കളോട് പറയുന്നു, നിങ്ങൾ പോയിട്ട് അവരുടെ കൂടെ മതം മാറി നമസ്കരിച്ചു കൊടുക്കണം, അവരുടെ കുലം പിടിച്ചു നിർത്തണം എന്ന് പറയുന്നു. അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെയാണ് ചരിത്രം. പിന്നീട് കാളി ക്ഷേത്രത്തിന് വെച്ചിരുന്ന പിന്നെ പട്ടിയലും കഴുക്കോലും ഒക്കെ ഹിന്ദുക്കൾ എടുത്ത് ഇവർക്ക് നൽകിയെന്നും ഇങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത്. അതായത് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ നല്ല മതേതര വിശ്വാസികളായിരുന്നു. എല്ലാവരെയും ഒന്നുപോലെ തന്നെ സ്വീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രൂപത്തിൽ മതേതരന്മാരായിട്ട് അവരെ സ്വീകരിക്കാനും സഹോദരങ്ങളായിട്ട് അവരെ കാണാനും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക രാഷ്ട്രം എന്ന സ്വപ്നമല്ലാതെ മറ്റൊന്നും അവരുടെ കോൺസെപ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അവർക്ക് എല്ലായ്പ്പോഴും മുസ്ലിങ്ങൾ മാത്രം മതി ഇവിടെ എന്നൊരു ആശയം വന്നു. അതായത് ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരണം, അത് നമ്മുടെ നിർബന്ധമായ ബാധ്യതയാണ് എന്നവർ വിശ്വസിച്ചു. ആ ബാധ്യതയ്ക്കു വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള സംഘടനകൾ ഉണ്ടാക്കി യുവാക്കളെ കേന്ദ്രീകരിച്ച് അവർ ചില വിങ്ങുകൾ ഉണ്ടാക്കി അതിനു വേണ്ടിയുള്ള പ്രവർത്തന മേഖലകളിൽ അവർ സജീവമായിട്ട് അവിടെ ഇറങ്ങി. പിന്നീട് നമ്മളൊക്കെ പഠിച്ച് വളരുന്ന സമയത്ത് ഇവിടെ മുജാഹിദ് ഇല്ല, ജമാഅത്തെ ഇസ്ലാമി ഇല്ല, പോപ്പുലർ ഫ്രണ്ട് ഇല്ല, SDPI ഇല്ല, സോളിഡാരിറ്റി ഇല്ല, പിന്നെ സിമി, NDF, PDP. പിൽക്കാലത്ത് ഇത്തരം സംഘടനകളൊക്കെ വന്നു. അതിനകത്ത് ഏറ്റവും കുപ്രസിദ്ധി ആർജിച്ചതാണ് SDPIയും പോപ്പുലർ ഫ്രണ്ട്, PFIയും SDPIയും. അതില്
നമുക്ക് ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് അധികാരം വേണം. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ അധികാരം വേണമെങ്കിൽ നമുക്കൊരു രാഷ്ട്രീയ സംഘടന വേണം. നമുക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കണം. നമുക്ക് കൂടുതൽ പോപ്പുലേഷൻ കിട്ടണം. അതുവഴിയാണ് നമ്മൾ ഉദ്ദേശിക്കും വിധം ഇസ്ലാം മത രാഷ്ട്രം നമുക്ക് പടുത്തുയർത്തേണ്ടത്. 2009 ജൂണിലാണെന്നാണ് എൻ്റെ വിശ്വാസം, പ്രവർത്തനം ആരംഭിക്കുകയാണ് ഒരു രാഷ്ട്രീയ സംഘടന. ആദ്യം പരിഗണനയ്ക്കെടുക്കേണ്ടത് സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ, സിമി, ഒരു വിദ്യാർത്ഥി സംഘടന രൂപപ്പെടുക. 1977 ഏപ്രിലിലാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി, അതായത് ഓഗസ്റ്റ് 1941 തോന്നുന്നു, അതിന്റെ വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള സിമി അലിഗഡിലാണ് ഇതിന്റെ ഫൗണ്ടിങ് നടക്കുന്നത്. ആധുനികം, പാശ്ചാത്യം, ഭൗതികം ഒക്കെയാണ് ഇവരാദ്യം പറഞ്ഞു തുടങ്ങുന്നത്. മുസ്ലിം ചെറുപ്പക്കാരെ ഏകീകരിച്ച് പരലോകത്തിനു വേണ്ടി ജീവിക്കാനുള്ള ജിഹാദി വിശ്വാസത്തിലേക്ക് അവർക്ക് പരിശീലനം നൽകുക എന്നതാണ് പ്രഖ്യാപിതമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകനായ അബുൽ അഅ്ല മൗദൂദിയുടെ ലക്ഷ്യം. 1903 ജനിച്ച 1979 തോന്നുന്നു കക്ഷി മരിച്ചത്. അങ്ങനെ ഈ രാഷ്ട്രീയ ചിന്തകൾ പിൻപറ്റിയുള്ള പൊതുപ്രവർത്തനമാണ് പിന്നീട് അങ്ങോട്ട് സിമി നടത്തുന്നത്. ഇന്ത്യയിൽ ജനിച്ച് പാകിസ്ഥാൻ വിഭജിച്ച് പോയപ്പോൾ പാകിസ്ഥാനിലേക്ക് പോയി അമേരിക്കയിൽ മരിച്ച മൗദൂദി, അയാളുടെ ലക്ഷ്യമായിരുന്നു ഹുക്കൂമത്തെ ഇലാഹി, പടച്ചവന് വേണ്ടിയിട്ട് ഒരു ഭരണം സ്ഥാപിക്കുക. അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് മുസ്ലിമിന്റെ കടമയാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനം, അതായത് ഭരണം 1919 അതിന്റെ അനുഭാവിയായിട്ട് പൊതുജീവിതം, പത്രപ്രവർത്തനമൊക്കെ അദ്ദേഹം തുടങ്ങി. ഇദ്ദേഹം ഇസ്ലാമിന് രാഷ്ട്രീയ വ്യാഖ്യാനം നൽകിയ പ്രമുഖനാണ് ഇദ്ദേഹം. മതം അതുവരെ വിഭിന്നമായി നിന്നു രാഷ്ട്രീയത്തിൽ, ഇദ്ദേഹമാണ് അത് രണ്ടും കൂടെ കൂട്ടിക്കുഴച്ചത്. ഇസ്ലാമിന്റെ ഭരണം പിടിച്ചെടുക്കണമെങ്കിൽ 6ാം നൂറ്റാണ്ടിലെ അറേബ്യൻ സാമൂഹ്യ ഗോത്ര ജീവിതത്തിലേക്ക് മുസ്ലിങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹം 6ാം നൂറ്റാണ്ടിന്റെ മതവിധികൾ പൊടി തട്ടിയെടുത്ത് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് മുസ്ലിങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് നടപ്പിലാക്കി ദൈവിക ഭരണം സ്ഥാപിക്കാൻ പരിശ്രമിക്കണം എന്ന് നിരന്തരം പറയുകയും എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ജനാധിപത്യത്തെ മറച്ചുവെച്ച് ഒരു തിയോ ഡെമോക്രസി വരുന്നത്, ഒരു ദൈവിക ഭരണം നടത്തുക. അങ്ങനെ പടച്ചവന് വേണ്ടി ലോകം പിടിച്ചെടുക്കണം, ഭരണം പിടിച്ചെടുക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്യണം? മതരാഷ്ട്രം വേണ്ടേ, രാഷ്ട്രീയം വേണ്ടേ, റിലീജിയസ് സ്റ്റേറ്റ് ആക്കി മാറ്റണ്ടേ, ദേശീയത വേണ്ട. അതിന് പകരമായിട്ട് പാൻ ഇസ്ലാമിസം മുന്നോട്ട് വെച്ചു. ഇസ്ലാമിന്റെ അനുബന്ധമായിട്ടുള്ള മതം മാത്രമല്ല, ഇതൊരു പ്രത്യയശാസ്ത്രമാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു, ഒരു ജീവിത പദ്ധതി. രാഷ്ട്രീയ അധികാരം മുസ്ലിങ്ങൾക്കില്ലാതെ ഇസ്ലാമിന് നിലനിൽപ്പില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഭരണമില്ലാത്ത ഇസ്ലാം വായുവിൽ പണിത വീട് പോലെയാണ് എന്നും അസംബന്ധമാണെന്നും, അതുകൊണ്ട് നമുക്കൊരു പൊളിറ്റിക്കൽ ഇസ്ലാം അനിവാര്യമാണെന്നും പറഞ്ഞു വെച്ചു. അന്നു മുതലാണ് ഈ രാജ്യത്തിന്റെ തകർച്ചയുടെ തുടക്കം. അവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ പൗരാവകാശങ്ങൾ ഇല്ലാത്ത 2ാം തരം പൗരന്മാരാണ്. മതമൗലികവാദത്തിന്റെ രാഷ്ട്രീയ രൂപമാണ് മതരാഷ്ട്രം. ഈ മതനിയമങ്ങൾ രാഷ്ട്രീയ നിയമങ്ങളാകുന്ന ഒരു ദുരവസ്ഥ നമ്മുടെ രാജ്യത്ത് അദ്ദേഹം തുടങ്ങി വെക്കുക. സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ മുഖം മറയ്ക്കണം, സംഗീതം വേണ്ട, നൃത്തം വേണ്ട, പാട്ട്, ആട്ടം, കൂത്ത്, ഫോട്ടോ, മിംഗ്ലിങ്, ഇതൊക്കെ തിന്മകളാണ് എന്ന് മൗദൂദി പഠിപ്പിച്ചു.
അങ്ങനെ ഇസ്ലാം മത രാഷ്ട്രം, അതിനകത്തൊരു ഖലീഫ വേണം. അങ്ങനെ ഹസനുൽ ബന്ന എന്ന് പറയുന്ന അടുത്ത ഒരു പണ്ഡിതൻ രംഗപ്രവേശം ചെയ്യുവാണ്. ഈജിപ്തിൽ 1928 തുടങ്ങിയ ഒരു മുസ്ലിം ബ്രദർഹുഡ്, ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന സംഘടനയ്ക്ക് പേരുണ്ട്. അതിന്റെ ഉള്ളടക്കവും ഇത് തന്നെയായിരുന്നു. യൂസുഫ് അൽ ഖർളാവി, ഹസനുൽ ബന്ന, അബുൽ അല മൗദൂദി, ഇവരൊക്കെ. ഈജിപ്തിൽ ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിൽ ഇന്ത്യയിൽ മുസ്ലിം ബ്രദർഹുഡ്, അത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി. ദൈവിക ഭരണം എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നത് ആരാ? പഠിച്ചോനല്ല, പഠിച്ചോന്റെ ഭരണഘടനയാണ്. മുസ്ലിങ്ങൾ തന്നെ ഭരിക്കണം. അതായത് രാജഗുരു രാജാവാകുന്ന ഒരു രീതി. അവിടെ ദൈവവചനമായിട്ട് ആദരിക്കപ്പെടുന്നത് എന്താ? ഖുർആൻ, നബിചര്യ, ഹദീസ്. ഇതനുസരിച്ച് മുന്നോട്ട് പോകാം. മനസ്സിലായില്ലേ? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അതേ ആശയവും പേറി ഇന്ന് യുവാക്കൾ ഇറങ്ങിത്തിരിക്കുക. ഇസ്ലാമിനെ ആരെങ്കിലും എതിർത്താൽ ഞങ്ങൾക്ക് ഇസ്ലാം മത ശിക്ഷാ രീതി വേണ്ടി വരും. ഒരു യുവാവിന്റെ പ്രസംഗം നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നിരുന്നില്ലേ? ഞാനൊരു മുസ്ലിമാണ്, അതുകൊണ്ട് എനിക്ക് ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങളാണ് വേണ്ടത്. എന്റെ പ്രവാചകനെ ആരെങ്കിലും എതിർത്താൽ അവരുടെ കൈയും കാലും എതിർ ദിശകളിൽ നിന്ന് ഛേദിക്കുന്ന രൂപത്തിൽ, കൊന്നുകളയുന്ന രൂപത്തിലുള്ള മത നിയമങ്ങൾ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് അവർ രംഗപ്രവേശം ചെയ്യുന്നത്. ഇത് ഇവിടം കൊണ്ടൊന്നും തീർന്നില്ല. അവരന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അതേ ആശയവും പേറി ജീവിക്കുന്ന ലക്ഷക്കണക്കിന് യുവാക്കളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് ഒരു തീവ്രവാദിയെ മാത്രമാണ് പരിചയപ്പെടുത്തി തന്നത്. ഇത് ഇപ്പോ ആലോചിച്ച് നോക്കൂ, ഈ മാറിയ കാലഘട്ടത്തിൽ പോലും ഇങ്ങനെ ചിന്തിക്കാൻ അഭ്യസ്ത വിദ്യരായിട്ടുള്ള മുസ്ലിം യുവാക്കൾ തയ്യാറാകുന്നു എന്ന് വന്നാൽ, ആ 1900ങ്ങളിൽ ഇവര് തുടങ്ങി വച്ച ഈ അപകടകരമായിട്ടുള്ള ആശയം എത്രമാത്രം നിലനിന്നു എന്ന് നോക്ക്. യുവാവിന്റെ പ്രഭാഷണം കഴിഞ്ഞ ദിവസം കേട്ടു. കുറിച്ച് ഒരാൾ വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ താഴെ ഒരു വ്യക്തി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തൊരു കമന്റ്, അതിന് റിപ്ലൈ ആയിട്ട് ഞാൻ കമന്റ് ചെയ്തപ്പോൾ എന്റെ കമന്റ് മെൻഷൻ ചെയ്തു ഒരാൾ, ഒരു മുഖമില്ലാത്ത വ്യക്തി ഒരു റീൽ ചെയ്തു, അത്യാവശ്യം റീച്ച് ആയി. എന്നിട്ട് എന്റെ DM-ലും കമന്റ് ബോക്സിലും വന്നു നല്ല മാന്യമായ വാക്കൊക്കെ പറഞ്ഞു. ഞാൻ സ്ക്രീൻ റെക്കോർഡും സ്ക്രീൻഷോട്ടൊക്കെ ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ എഴുതിയ കമന്റ് ഒരു വർഗീയതയാണ് അല്ലെങ്കിൽ ഒരു തീവ്രവാദമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിക്കുന്നുണ്ട്. അപ്പോ മാന്യമായ വിമർശനങ്ങൾ ആർക്കും വിമർശിക്കാം. ആരെയായാലും മാന്യമായിട്ട് ഒരു ഉത്തരത്തിന് അറിവിന് വേണ്ടി ചോദ്യമായിട്ട് മാന്യമായ വിമർശനങ്ങൾ ആർക്കും വിമർശിക്കാം. അത് അറിവിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയാണ്. എല്ലാവരും ഇന്ത്യയിൽ പറയുന്നത് ഇന്ത്യയിൽ എന്താ വെച്ചാൽ ഇസ്ലാമിന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യും. ഇസ്ലാമിനെ ഇല്ലാണ്ടാക്കുക, ഇസ്ലാമിനെ തകർക്കുക. ആ ലക്ഷ്യത്തോടെയാണ് ഇവിടെ വിമർശനം നടക്കുന്നത്. എല്ലാവരും മാന്യമായ വിമർശനമായിട്ടുണ്ട്. പക്ഷെ കൂടുതൽ വർഗീയ തീവ്രചിന്ത, ഇതൊക്കെ ഇസ്ലാമിനെ എല്ലാ മതത്തിനെയും വിമർശനങ്ങൾ എടുക്കുന്നത്. പക്ഷേ ഇസ്ലാമിനെ കൂടുതൽ എന്താ പറയാ വിമർശനം, അല്ലെങ്കിൽ മുഹമ്മദിനെ നേരെ പച്ചടി വിവാഹത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അള്ളാഹുവിനെ സ്വതമാറ്റിനെ എല്ലാവരും സ്വതമാറ്റിനെ പിന്നീട് വിമർശിക്കും. അതായത് ചീത്ത, ഒരിക്കലും ഒരു മനുഷ്യൻ അംഗീകരിക്കാൻ പറ്റാത്ത പോലെ വിമർശനം ഇസ്ലാമിൽ ഒന്നും സംഭവിക്കാൻ പോകില്ല. പിന്നെ വിമർശിക്കുമ്പോൾ അത് മുസ്ലിമായി ജനിച്ച എനിക്ക് അത് പ്രതികരിക്കാൻ പറ്റില്ല. ഇസ്ലാം അനുവദിച്ച രീതിയിൽ ഞാൻ പ്രതികരിക്കും. അത് കഴുത്തിൽ കത്തി വെച്ചാൽ ഞാൻ പ്രതികരിക്കുന്ന രീതിയിൽ പ്രതികരിക്കും. ഇസ്ലാം എങ്ങനെയാണ് അനുവാദം തന്നത് ആ രീതിയിൽ ഞാൻ പ്രതികരിക്കും. ഇനി ഞാൻ എഴുതിയ കമന്റ് നോക്കി, ഇസ്ലാമിന് മുഹമ്മദിനും എതിരെ പ്രവർത്തിക്കുന്നവരെ, അതായത് അതിൽ വിട്ട് നിയമവിരുദ്ധമായി പച്ചയ്ക്ക് അതിൽ വിട്ട് പ്രവർത്തിക്കുന്നവർ, അതായത് ഇസ്ലാമിക വിമർശനമായാലും ക്രിസ്ത്യാനികൾ അവരുടെ മതത്തിലെ വിമർശനമായാലും ഹിന്ദു അവരുടെ മതത്തിലെ വിശ്വസിക്കും, ഏത് മതത്തിലായാലും ഞാൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ ആ കാര്യം ഇസ്ലാമിൽ വിശ്വസിക്കുക. ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കൈകാലുകൾ വെക്കണം, ഇല്ലെങ്കിൽ കൊല്ലണം എന്ന നിയമം ഇന്ത്യയിൽ വരണം എന്ന് ഞാൻ പറഞ്ഞു. അതായത് ആ നിയമം ഞാൻ ജമാഅത്തെ ഇസ്ലാമി അന്ന് തുടങ്ങിയ അതേ ആശയവും പേറി ജീവിക്കുന്ന വലിയ ഒരു വിഭാഗം
മുസ്ലിം യുവാക്കൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ എത്രമാത്രം അപകടകരമാം വിധം ആ ആശയം ഇന്നും സമൂഹത്തിൽ വേരൂന്നിയിട്ടുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. 1921 നടന്നതുപോലെ ഒരു കലാപം ഇനി നടക്കാതിരിക്കാനാണ് നമ്മൾ ഇത്രയും അധ്വാനിക്കുന്നത്. ഒരിക്കൽ കൂടി 1921 നടക്കരുത്. അന്ന് തല നീട്ടിക്കൊടുത്ത ഹിന്ദുക്കളല്ല ഇന്നത്തെ ഹിന്ദുക്കൾ. ഈ 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര പൊത്തകം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഭീകരവാദത്തിനും തീവ്രവാദത്തിനും ഒന്നും ഒരു മുട്ടുണ്ടാകത്തില്ല. നമ്മുടെ TG വെടിപ്പായിട്ട് അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മാർ വർക്കി വിധേയത്തിൽ അദ്ദേഹത്തിന്റെ ആത്മകഥ അല്ലാതെ അദ്ദേഹം ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് തന്റെ ജീവിതം പറയുന്ന സ്ട്രേറ്റ് ഫ്രം ദ ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് പുസ്തകം വാസ്തവത്തിൽ ആത്മകഥയാണ്, പക്ഷെ ചോദ്യത്തിന്റെ രൂപത്തിലാണ്. അതില് അദ്ദേഹത്തോട് അന്ന് ചോദിക്കുന്നുണ്ട്, വാജ്പേയി സർക്കാർ പോലും അധികാരത്തിൽ വരുന്നതിന് മുമ്പാണ്, 90s. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, BJP ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ ക്രിസ്ത്യാനികളുടെ കാര്യം എന്താവും? ഇതാണ് ചോദ്യം. അദ്ദേഹം പറഞ്ഞു, ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. BJP അധികാരത്തിൽ വന്നാൽ അവർ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരും. അതിൽ നമ്മളിപ്പോൾ ഇത്ര ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ചെയ്യുന്നില്ല. ഇതായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ട് ആ സ്ട്രേറ്റ് ഫ്രം ദ ഹാർട്ടിൽ പറഞ്ഞത്. അതുകൂടാതെ വർക്ക് ചെയ്തിട്ട് ഒരു പ്രസ്താവന ഇറക്കി. ആ പ്രസ്താവന അദ്ദേഹം പറഞ്ഞു, 2050 കേരളം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകും. എല്ലാവരും കൂടെ ബഹളം കഴിച്ചു. ഈ നമ്മുടെ ഫാദർ പോൾ തലക്കാട്ടൊക്കെ ഈ ഇദ്ദേഹത്തിന്റെ ശിബിരിയൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ വല്ലാതെ ക്ഷോഭിച്ചു. വർക്ക് ചെയ്തിട്ട് ഒരക്ഷരം വേണ്ടിയില്ല, അദ്ദേഹത്തിന്റെ പ്രസ്താവന മാറ്റിയില്ല. പക്ഷെ ആ പ്രസ്താവന ആവർത്തിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മാർ വർക്ക് ചെയ്തിട്ട് പറഞ്ഞ കാര്യം ആവർത്തിക്കേണ്ട കാര്യമൊന്നുമില്ല, പറഞ്ഞു കഴിഞ്ഞു. ആവർത്തിച്ച് പറഞ്ഞ ആരെങ്കിലും മാന്താനും എനിക്ക് ഉദ്ദേശിച്ചില്ല. വീണ്ടും വീണ്ടും നാടൻ തർക്കത്തിലുണ്ടല്ലോ, നീ എന്നെ ഇങ്ങനെ വിളിച്ചു, ഒന്നുകൂടെ വിളിക്കാമെന്ന് എന്ന് ചോദിക്കും. അങ്ങനെ പറയുമ്പോൾ പ്രകോപിതനാകുന്ന ആളല്ലേ, ഒന്നുകൂടെ പറയാൻ വന്നിട്ട് ചോദിക്കും. ഒന്നും ആവശ്യമുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ വർക്ക് ചെയ്തിട്ട് പറഞ്ഞതാണ്. ബിക്കോസ് 90s ഒന്നുമില്ല, അവരൊന്നും പഠിച്ചില്ല. അവരുടെ കൊടുക്കുന്നത് ഇതൊന്ന് തുറന്നു പറയാനാണ് നമ്മളും പരിഭവപ്പെടുന്നതും പ്രയാസപ്പെടുന്നതും. 2050 കേരളം ഇസ്ലാം മത രാജ്യമാകുമെന്ന് പറഞ്ഞില്ലേ? ഇതിനു മുമ്പ് എല്ലാവരും പറഞ്ഞല്ലോ. 2010 മുതല് നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് അച്യുതാനന്ദൻ പറയുന്നുണ്ട്. മുൻ DGP ആയിട്ടുള്ള ബെഹ്റയും സെൻകുമാർ സാറും ഒക്കെ പറഞ്ഞു വെച്ചതാ. എത്രയോ ആളുകൾക്കത് മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യ, കേരളം നമ്മുടെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് എന്ന യാഥാർത്ഥ്യം. എത്രമാത്രം തീവ്രവാദത്തിന് നമ്മുടെ രാജ്യം അടിമപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം. ഇവരുടെ ഇസ്ലാം മത രാഷ്ട്രവാദത്തെ പൊളിക്കുക എന്നത് ശ്രമകരമായിട്ടുള്ള നമ്മുടെ അധ്വാനത്തിൽപ്പെട്ടതാണ്. നമുക്കിവിടെ ജീവിക്കാൻ, നമ്മുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും ഇവിടെ മതേതരത്വം എന്താണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെങ്കിൽ ഈ രാജ്യത്തിന്റെ സ്ഥിതിഗതികൾ എന്താണ് എന്നറിയണം. ഇസ്ലാമിക രാജ്യം എന്ന് പറയുന്ന ആശയത്തെ ഭയപ്പെടേണ്ടത് തന്നെയാണ്, സംശയമില്ല. നമ്മുടെ രാജ്യത്തിന്റെ അറ്റം മുറിച്ച് നമ്മുടെ രാജ്യത്തെ മതവൽക്കരിക്കാൻ ശ്രമിച്ചാൽ നാളെ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് ആകുമോ ഇല്ലേ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുന്നതിനു വേണ്ടി ഒരു പുസ്തകവും കയ്യിൽ പിടിച്ച് ഒരു വിഭാഗം ആളുകൾ ഇറങ്ങി നടക്കുന്നുണ്ടോ ഇല്ലേ? അതായത് ഇവർക്ക് പ്രവർത്തിക്കാൻ ഏറ്റവും എളുപ്പം സെക്യുലറിസ്റ്റുകളുടെ കീഴിലാണ്. കമ്മ്യൂണിസത്തിന്റെ മറവില് മുസ്ലിം ദളിത് ഐക്യം രൂപപ്പെടുന്നത് കണ്ടോ? ആ ഐക്യത്തെ മുൻനിർത്തി സുഡാപ്പി ചാനലുകൾ ആഗ്രഹിക്കുന്നത് എന്താ? ഇസ്ലാം മത രാജ്യമാണ്.
അധികം ആളുകൾക്കൊന്നും ഇതങ്ങോട്ട് പിടികിട്ടിയിട്ടില്ല. ഒരു ദിവസം അഭിമന്യു ആണെങ്കിൽ അടുത്ത ദിവസം സിദ്ധാർത്ഥൻ, അതിന്റെ അടുത്ത ദിവസം ജിഷ്ണു. ഇവരുടെ മതവിചാരണയും അടിയും കുത്തും തൊഴിയും കൊണ്ട് ചാകാനും നട്ടെല്ല് തകർന്ന് കിടക്കാനും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിശബ്ദരായിട്ട് തയ്യാറാകണം എന്ന്. നമ്മളുടെ മക്കളെ അവർക്ക് കൊല്ലാൻ കൊടുക്കാൻ നമ്മൾ മാക്സിമം സാക്രിഫൈസ് ചെയ്യണമെന്ന്. മനസ്സിലായിട്ടില്ല? അതാണ്. അതുകൊണ്ടാണ് എതിർഭാഗത്ത് ബാലഗോകുലത്തിൽ വിടണമെന്നും ABVPയിൽ വിടണമെന്നും ഒക്കെ ഇന്ത്യൻ പ്രസിഡന്റും പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രി, ഗവർണർ തുടങ്ങിയ മികച്ച കരിയർ ചോയ്സുകൾ നിങ്ങളുടെ മുമ്പിലുണ്ടെന്നും നിങ്ങളുടെ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടി കുട്ടികളെ പ്രതിരോധം പഠിപ്പിക്കണമെന്നും ഒക്കെ എതിർഭാഗത്ത് ഉയർന്നു വരുന്നത് അതുകൊണ്ടാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം എന്നത് വളരെ യുക്തിപൂർവമായ ഒരു വിഭാഗത്തിന്റെ നീക്കമാണ്. തീവ്രവാദ പ്രസ്ഥാനമായിട്ടുള്ള സിമിയിലൂടെ നടന്ന് വിവിധ വേഷങ്ങളിലൂടെ, വേഷം കെട്ടലുകളിലൂടെ ഇത് ഇടതു വലതു കൊടികളുടെ കീഴിലെ സഹയാത്രികന്മാരായിട്ട് അവർ MLA ആയി, മന്ത്രിയായി, MP ആയി, കണ്ടില്ലേ? അതാണ്. ഒരു വിഭാഗം കോൺഗ്രസിലൂടെ വളരുമ്പോൾ മറ്റൊരു വിഭാഗം കമ്മ്യൂണിസ്റ്റിലൂടെ വളരുന്നു. ഓന്തിനെ നിറം മാറാൻ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ എന്നും ഒരു കൂട്ടം അടിമകൾ ഉണ്ടാകും ഇവർക്ക് സ്തുതി പാടുന്നതിന് വേണ്ടി. മുമ്പ് നമ്മുടെ ഡോക്ടർ ഗണപതി പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ മുസ്ലിങ്ങളും യുവാക്കളും മരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ മരിക്കുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്താ കാരണം? മുസ്ലിങ്ങൾക്ക് അവയവം ദാനം ചെയ്യാൻ പറ്റില്ലല്ലോ. ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനികൾക്കുമാണെങ്കിൽ പറ്റും. മനസ്സിലായോ? അപ്പോൾ എത്രമാത്രം അപകടകരമായിട്ടൊരു ആശയമാണ് ഇവിടെ വളർന്നു വരുന്നത് എന്ന് ആലോചിച്ച് നോക്ക്. ഇന്ത്യയിലെ സകലമാന സിസ്റ്റങ്ങളിലും ഇവര് കയറിയിരിപ്പുണ്ട്. അർബൻ നക്സലുകളെ പോലെ ശിഥിലീകരിക്കപ്പെട്ട് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ഇന്ത്യയും ഹിന്ദുക്കളുടെ നാശവുമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. നീതിപീഠങ്ങളിൽ, ഉയർന്ന ഔദ്യോഗിക സ്ഥാനങ്ങളിൽ, അധ്യാപകന്മാരിൽ, കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ, പച്ച വെളിച്ചത്തിൽ, ഇന്ത്യൻ ആർമിയിൽ, EDയിൽ അദൃശ്യരായി ഇവർ കയറിപ്പറ്റുന്നു. മതേതര മുഖഛായയിൽ ഇവർ കയറിപ്പറ്റുന്നു. കാണാവുന്ന, തിരിച്ചറിയാവുന്ന ശത്രു ഒരു വെല്ലുവിളിയല്ല. പക്ഷേ മറഞ്ഞിരിക്കുന്ന ശത്രു എത്ര ഭയാനകരമാണെന്ന് ഓർത്തു നോക്കുക. കപ്പലിന്റെ പുറത്തുള്ള വെള്ളം കപ്പലിനെ മുക്കില്ല, കപ്പലിന്റെ അകത്തുള്ള വെള്ളമേ കപ്പലിനെ മുക്കൂ. അപ്പോഴാണ് നൂപുർ ശർമ്മയുടെ കേസ് ഓർക്കേണ്ടത്. നൂപുർ ശർമ്മ മതനിന്ദ നടത്തി എന്ന് പറഞ്ഞില്ലേ? അതിന്റെ അവസാനം എന്തായി? ഒരു മനുഷ്യന്റെ ജീവൻ അങ്ങോട്ട് രണ്ടുപേരെ കൊന്നു തോന്നി. അപ്പോ ഇത് എതിർക്കാനും കൂടി പഠിക്കണം, സഹിക്കാൻ പഠിച്ചാ പോരാ. ഇപ്പോ നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ തുറന്നു പറയുന്നത്. അത്യന്തം അപകടകരമായിട്ടുള്ള ഇവരുടെ ഈ നുഴഞ്ഞു കയറിയുള്ള രഹസ്യമായിട്ടുള്ള ആക്രമണങ്ങൾ ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യില്ല. ആരുടെയും കുറ്റബോധം പേറാൻ അവർക്ക് വയ്യ. ഏതു കേസിനും വിചാരണയ്ക്ക് മുമ്പ് തന്നെ ശിക്ഷ നടപ്പിലാക്കാൻ ഇവിടെ മറ്റവരുണ്ടെന്ന് അവർക്കറിയാം. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായിട്ട് നിലനിൽക്കണമെങ്കിൽ മതങ്ങളെ നിന്ദിക്കാനുള്ള പൗരാവകാശം കൂടി വ്യക്തികൾക്ക് അധിഷ്ഠിതമായി ലഭിക്കും. മതം മാറാൻ, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ, ഇല്ലെങ്കിൽ നിരാകരിക്കാൻ, മതമുണ്ടെങ്കിൽ ആ മതം അവർ പ്രചരിപ്പിക്കട്ടെ. മതമില്ലേ, മതനിരാസം അവർക്ക് പ്രചരിപ്പിക്കാൻ പറ്റും. ആ രൂപത്തിൽ ഒരു ആശയം വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതായത് കമ്മ്യൂണിസം മൂത്ത് കഴിഞ്ഞാൽ കടുത്ത ഹിന്ദു വിരുദ്ധനായി മാറുമെന്ന് ഈ കേരളത്തിലെ സമീപ സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് തരുവാണ്. ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ട്.
മതതീവ്രവാദികളെ സുഖിപ്പിക്കുക, ഐക്യപ്പെടുത്തുക, അവരോട് മൃദു സമീപനം സ്വീകരിക്കുക എന്നത്. നോക്കിയാൽ മതി ഇടതുപക്ഷ ചിന്താഗതിക്കാരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരുടെ അനവസരത്തിലും അവസരങ്ങളിലും സുഡാപ്പി ചാനലുകളിൽ വന്നിരുന്ന് മെഴുകുന്നത് കണ്ടാൽ മതി. അവർക്ക് അവിടം കംഫർട്ട് സോണാണ്. എന്തുകൊണ്ടാ? രണ്ടുപേരുടെയും ആശയങ്ങൾ ഒന്നുപോലെ യോജിച്ചു പോകുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ്. SDPIയുടെ ഫ്ലക്സും കൊടിയും നശിപ്പിച്ചതിന് ഒരു രാത്രി കോഴിക്കോട് കോട്ടൂര് പാലുളിയിൽ വെച്ച് ജിഷ്ണു എന്ന DYFI പ്രവർത്തകനെ സുഡാപ്പികൾ ക്രൂരമായി മർദ്ദിച്ചു. എന്നിട്ട് ആ പയ്യനെ കൊണ്ട് കുറ്റസമ്മതം നടത്തി വീഡിയോ ഷൂട്ട് ചെയ്തു. ഇത് 30-ലധികം ആളുകൾ ചേർന്നിട്ടാണ് ജിഷ്ണുവിനെ മർദ്ദിച്ചത് എന്നാണ് പരാതി വന്നപ്പോൾ കണ്ടത്. പോലീസ് എത്തിയത് 3 മണിക്ക്. തുടർന്ന് SDPIയുടെ ഫ്ലക്സ് കീറിയതിന് ജിഷ്ണുവിനെതിരെ കേസെടുക്കും. സുഡാപ്പികൾ വായുവിൽ ലയിച്ചു പോയതുകൊണ്ട് ജിഷ്ണു നൽകുന്ന മൊഴി അനുസരിച്ചിട്ട് കേസെടുക്കും. ജിഷ്ണുവിന് ജീവൻ വീണ്ടും അനിവാര്യമാണെന്നും ജീവിക്കാനുള്ള കൊതി ഉണ്ടായതുകൊണ്ടും മൊഴി മാറി വന്നു. എന്താ നമ്മുടെ നാടിങ്ങനെ ആയിപ്പോകുന്നത്? ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഏതെങ്കിലും ഒരു സുഡാപ്പിക്കാരൻ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടോ? ഏതെങ്കിലും ഒരു DYFIക്കാരൻ ഒരു സുഡാപ്പി ഓഫീസിനെതിരെ പ്രതിഷേധം നടത്തിയത് നിങ്ങൾ കണ്ടോ? പ്രകടനം നടത്തിയത്? അഭിനവ കമ്മികളൊക്കെ മാളത്തിലൊളിച്ചു. അഭിമന്യുവിനെ കൊന്ന അതേ സുഡാപ്പികൾ അവരാണെന്ന് പറയാൻ പോലും ചാനലുകളിൽ വന്നിരുന്ന് പിറച്ച ഡിഫിക്കാരെ കണ്ടതാണ്. വർഗീയത തുലയട്ടെ എന്ന ഒരു പോസ്റ്റിന് ആ കുട്ടി കൊടുക്കേണ്ടി വന്നത് ആ കുട്ടിയുടെ ജീവനായിരുന്നു. ഇതൊക്കെ കാണുമ്പോഴാണ് ആരെങ്കിലുമൊക്കെ ഇതൊന്ന് തുറന്നു പറയണ്ടേ എന്ന് തോന്നിപ്പോകുന്നത്. അതുകൊണ്ടാണ് ഇത്തരം അപകടകരമായിട്ടുള്ള സത്യങ്ങൾ വിളിച്ചു പറയുന്നത്. കാണുന്നവര് കണ്ടാ മതി, കേൾക്കുന്നവര് കേട്ടാ മതി. എല്ലാവരും കാണണമെന്നോ എല്ലാവരും കേൾക്കണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. ഇത് മനസ്സിലാക്കേണ്ടവർക്ക് ഇത്രയൊക്കെ തന്നെ മതി മനസ്സിലാക്കാൻ. ഇവർക്ക് ഇവരുടെ മതം വളർത്താൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണും കാലാവസ്ഥയും രാഷ്ട്രീയവും ഒക്കെ ഏതാണ് എന്ന് അവർക്ക് വളരെ നന്നായിട്ട് അറിയാം. അതിനനുസരിച്ചിട്ട് തന്നെയാണ് ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പൊന്നാനി നെയ്തല്ലൂരിൽ അനധികൃത മദ്യവിൽപ്പന പിടികൂടി. പൊന്നാനി നെയ്തല്ലൂരിൽ വിദേശ മദ്യത്തിന്റെ വൻ. ഇന്നലെ ഞാൻ വേറെ ഒരു വാർത്ത പൊന്നാനിയിൽ നിന്ന് തന്നെ ഉള്ളതൊരെണ്ണം പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് ആളൊന്നിന് 75,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ കൊടുത്താൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ഏത് ആളുകൾക്കും ഏത് രാജ്യക്കാർക്കും സർട്ടിഫിക്കറ്റ് കിട്ടും പൊന്നാനിയിൽ. അങ്ങനെ ഏതാണ്ട് ഒരു 5-6 മുസ്ലിം യുവാക്കളെ, അതും 24 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള കുറെ മുസ്ലിം യുവാക്കളെ പിടിച്ചതായിട്ട് ഞാൻ അവരുടെ പേരടക്കം നിങ്ങൾക്ക് കാണിച്ചത്. എവിടെയാ? പൊന്നാനിയിൽ. പോലീസ് കയറാൻ മടിക്കുന്ന ഭയക്കുന്ന സ്ഥലത്ത്. പൂന്തുറയും അതുപോലെ തന്നെയാണ്. പോലീസുകാർക്ക് കയറാൻ പേടിയാ. ആർക്കാണ് ഇവർ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? ആധാർ കാർഡുകൾ, വോട്ടർ ID-കൾ, ബാങ്ക് അക്കൗണ്ടുകൾ, പാസ്പോർട്ടുകൾ, സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ ഇതൊക്കെ വാങ്ങിയിട്ട് ഈ ഭീകര ക്രിമിനലുകൾ നമ്മുടെ രാജ്യത്ത് വിവിധ സ്ഥാനങ്ങളിൽ വന്നിരിക്കുക. പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഇതൊക്കെ വാർത്തയാകുന്നത്. ഇത് സംഭവിക്കാതെ ഇതിനെ തടയാൻ, ഇതിനെ എതിരിടാൻ ആരെ കൊണ്ടും ഒട്ടും പറ്റുന്നുമില്ല. ഈ അവസ്ഥയാണ് അപകടകരമാണെന്ന് പറയുന്നത്, വേറെ ഒന്നുമല്ല. ഇപ്പോ വിദേശ മദ്യം നാടിന്റെ പോക്കാലോചിച്ച് വയ്ക്കാം. പൊന്നാനി നെയ്തല്ലൂരിൽ അനധികൃത മദ്യവിൽപ്പന പിടികൂടി. പൊന്നാനി നെയ്തല്ലൂരിൽ വിദേശ മദ്യത്തിന്റെ വൻ ശേഖരം പിടികൂടി. പൊന്നാനി ബീവറേജ് അടച്ചുപൂട്ടിയതോടെ ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നതിനായി സൂക്ഷിച്ച 18 കുപ്പി വിദേശ മദ്യമാണ് നെയ്തല്ലൂർ മണപ്പറമ്പിൽ സുദേശിന്റെ വീട്ടിൽ നിന്നും പൊന്നാനി പോലീസ് പിടികൂടിയത്.
തദ്ദേശ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് അനധികൃതമായി മദ്യക്കച്ചവടം നടത്തുന്നവരെ കേന്ദ്രീകരിച്ച് ഒരു മാസമായി പോലീസ് നിരീക്ഷണം നടത്തിവരവേ ഒരാഴ്ച മുമ്പ് പ്രതി സുധീഷിനെ പോലീസ് പരിശോധിച്ചെങ്കിലും ഒളിച്ചുവെച്ച മദ്യം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് തുടർച്ചയായ ദിവസങ്ങളിലെ നിരീക്ഷണത്തിന് ഒടുവിൽ വീട്ടിൽ അനധികൃതമായി സൂക്ഷിച്ച നിലയിൽ 9 ലിറ്ററോളം വരുന്ന 18. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലഹരി പിടിക്കപ്പെടുമ്പോൾ, മലദ്വാർ ഗോൾഡുകൾ പിടിക്കപ്പെടുമ്പോൾ അതിനകത്ത് അമുസ്ലിം നാമധാരികളായിട്ടുള്ള പെൺകുട്ടികളോ ആൺകുട്ടികളോ ഇതിനകത്തുണ്ടാകാം. പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ കളിക്കുന്ന നാടകം കണ്ടോ? അമുസ്ലിം സ്ത്രീകളെ ഇറക്കി. കാരണം അവരുടെ മൊത്തം പിന്തുണ നമുക്ക് വേണം. റഫീഖ് തുണി പൊക്കിയല്ല നോക്കുന്നത്, വീട്ടിൽ മാംസമുണ്ടോ എന്ന് നോക്കിയാണ് കൊല്ലുന്നത്. അപ്പൊ പഹൽഗാമിൽ കൊന്നത് എങ്ങനെയാണ്? തുണി പൊക്കി നോക്കിയിട്ടില്ല, കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടിട്ടില്ല. 29 മനുഷ്യരെ കൊന്നപ്പോൾ നിങ്ങൾക്ക് എവിടെയാ പ്രതികരിച്ച് കണ്ടില്ലല്ലോ. കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടത് മതം നോക്കിയല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? തുണി പൊക്കി നോക്കി കൊല്ലുന്ന ഈ ഒരു അവസ്ഥയെയാണ് നമ്മൾ എതിർക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ജീവിക്കണം. രാജ്യത്ത് ഇപ്പോൾ ഒരു പുതുതായി കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ഒരു ഹിന്ദു വോട്ട് ബാങ്ക് രൂപപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം മുസ്ലിം വിഭാഗക്കാർ പോളറൈസ് ചെയ്ത് അവർ ടാക്ടിക്കലി വോട്ട് ചെയ്യുകയാണെങ്കിൽ കൗണ്ടർ പോളറൈസേഷൻ ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതാണ് ഇപ്പൊ ഈ പറയുന്ന സോപ്പ്. മുസ്ലിം ഇതര സംഘടനകൾ മുഴുവനും ഒരുമിച്ച് ഒരു വോട്ട് ബാങ്കായി പ്രവർത്തിക്കുകയും ഇതര മതവിഭാഗങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർഭാഗത്തും ശക്തി ഐക്യപ്പെടും. അതുകൊണ്ട് അവരും തീരുമാനിച്ചു, നമ്മളിനി മിണ്ടാതിരുന്നാൽ, ചിന്നിച്ചിതറി നിന്നാൽ ഒരിക്കലും നമുക്ക് ഈ രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം മുസ്ലിങ്ങൾ ഒരുപാട് സംഘടനകൾ ഉണ്ടാക്കി, മതസംഘടനകളും രാഷ്ട്രീയ സംഘടനകളും ഒക്കെ ഉണ്ടാക്കി. അവരങ്ങനെ യഥേഷ്ടം സുഖസുന്ദരമായിട്ട് ഈ രാജ്യം പിടിച്ചെടുക്കുക എന്ന രൂപത്തിൽ വളർന്നു പടർന്നു പന്തലിക്കുമ്പോൾ ഇനി നമ്മൾ മിണ്ടാതിരുന്നിട്ട് അർത്ഥമില്ല എന്ന് ഹിന്ദുക്കൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അവരും ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചാൽ അത് പറ്റില്ല എന്നോ അത് മോശമാണെന്നോ പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് വോട്ട് ബാങ്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവർ തിരസ്കരിക്കപ്പെട്ടു പോകുന്നത് എന്നവർക്ക് മനസ്സിലായി. ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നതും നമ്മൾ അപരവൽക്കരിക്കപ്പെടുന്നതും മറ്റവർ എതിർഭാഗത്ത് ഏകീകരിക്കപ്പെടുന്നതും എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലായപ്പോൾ അവർ അവരുടെ തെറ്റിനെ തിരുത്താൻ തീരുമാനിക്കുന്നു. സെക്യുലർ ലീഡേഴ്സിനെയൊക്കെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. അഖിലേഷ് യാദവും അതിന്റെ ആ ഒരു എഫക്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ അഖിലേഷ് യാദവ് ഒരു മുസ്ലിം യാദവ് പാർട്ടി എന്നുള്ള ടാഗ് മാറ്റി ഇത്തവണ വ്യത്യസ്തമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രം ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഒരു പരിധി വരെ വിജയിച്ചിരുന്നു. പക്ഷെ അതിന് കാരണമുണ്ട്. കാരണം യോഗി സർക്കാരുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് യോഗി ആദിത്യനാഥ് മുന്നോട്ട് വെച്ച പല സ്ഥാനാർത്ഥികളെ BJP അംഗീകരിച്ചിരുന്നില്ല. അതുപോലെ RSSന്റെ പ്രവർത്തനം ഉത്തർപ്രദേശിൽ സജീവമായിരുന്നില്ല. അപ്പൊ ഇതൊക്കെ ഒരു റിസൾട്ടിലേക്ക് വന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനുശേഷം നടന്ന നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിൽ 9-7 നേടി തിരിച്ചു വരാൻ BJP ഉത്തർപ്രദേശിൽ സാധിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അഖിലേഷ് യാദവിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ട്. ബീഹാറിലെ അതേ സമ്പ്രദായം UP-യിൽ തുടരുകയാണെങ്കിൽ ഒരു വമ്പൻ തോൽവി തന്നെയായിരിക്കും നേരിടാൻ പോകുന്നത്. അതായത് മുസ്ലിം യാദവ് വോട്ടുകൾ കൊണ്ട് മാത്രം BJP-യെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളത് തിരിച്ചറിവ് അഖിലേഷിന് വന്നിട്ടുണ്ട്. അതായത് ഹിന്ദു വോട്ട് ബാങ്ക് എല്ലാ സ്ഥലത്തും രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം സീമാഞ്ചലിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 40% മുസ്ലിം ജനസംഖ്യയുള്ള പ്രദേശമാണ് സീമാഞ്ചൽ. ഈ സീമാഞ്ചലിൽ മുസ്ലിം വിഭാഗക്കാർ വളരെ സംഘടിതമായിട്ട് RJD-ക്കൊപ്പം നിലയുറപ്പിച്ചിരുന്നു. ചില പോക്കറ്റുകളിലൊക്കെ ഒവൈസി വോട്ട് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും മോറോർലെസ് മുസ്ലിം സമുദായം പൂർണ്ണമായും സഖ്യത്തിനൊപ്പമായിരുന്നു. പക്ഷെ അത് സംഭവിച്ചത് ഒരു കൗണ്ടർ പോളറൈസേഷൻ ആണ്. എവിടെയൊക്കെ മുസ്ലിങ്ങൾ സംഘടിക്കുന്നു, അവർ ടാക്ടിക്കലായിട്ട് BJP അകറ്റി നിർത്തുന്ന എവിടെയൊക്കെ വോട്ട് ചെയ്യുന്നു, അതിന് സമാന്തരമായിട്ട് ഒരു കൗണ്ടർ പോളറൈസേഷൻ ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. സ്വാഭാവികമല്ലേ അത്? BJP-യെ തോൽപ്പിക്കാനും BJP-യെ അധികാരത്തിൽ കേറ്റാതിരിക്കാനും എവിടെയൊക്കെയാണോ മുസ്ലിങ്ങൾ ഏകോപിച്ച് നിൽക്കുന്നത് അവിടെയൊക്കെ എതിർഭാഗവും യോജിച്ച് നിൽക്കും. അപ്പോ അവര് യോജിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? സ്വാഭാവികമാണ് അതൊക്കെ. ഇവിടെ ഹമാസിന് വേണ്ടി കരയുന്നവരുടെ ലക്ഷ്യം മുസ്ലിം പ്രീണനമാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? എന്തുകൊണ്ടാണ് ഇവർ ബംഗ്ലാദേശിന് വേണ്ടിയും ഇറാന് വേണ്ടിയും സുഡാന് വേണ്ടിയും ഇവരെന്തുകൊണ്ടാണ് കരയാത്ത? അപ്പോ ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താ? മനുഷ്യത്വമല്ല. വേദനിക്കുന്ന മനുഷ്യന്മാരുടെ കൂടെ നിൽക്കുക എന്നതല്ലേ അല്ല, മറിച്ച് ഇവരുടെ ലക്ഷ്യം മുസ്ലിം ഭൂരിപക്ഷം നമ്മുടെ കൂടെ നിൽക്കണം.
നമ്മൾ മുസ്ലിം ഭൂരിപക്ഷത്തോടൊപ്പം നിൽക്കണം. ഇതാണ് ഇവരുടെ ലക്ഷ്യം. അംബേദ്കറായിട്ടുകൾ വയറ് നിറച്ച് മേടിച്ച് വീട്ടിൽ പോയിരിപ്പുണ്ട്. ഇനി കിട്ടാനുള്ള കുറച്ച് ആൾക്കാരെയാണ് ജ്യോതിർമയി. ഗാസയിൽ വെള്ളം കൊണ്ടുപോയവരും ഗാസയിൽ കൊല ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങൾ നാളെ ഡോക്ടർ ആകേണ്ടവരാണ്, എഞ്ചിനീയർ ആകേണ്ടവരാണ്, പ്രൊഫസർമാരാകേണ്ടവരാണ് എന്ന് കരഞ്ഞവരും ബംഗ്ലാദേശിലെ ഭാവിയിലെ ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും കളക്ടർമാരെയും ഒന്നും കാണാതെ പോയി. സുഡാനിലെ ഭാവി വാഗ്ദാനങ്ങളെ കാണാതെ പോയി. ഇറാനിൽ കൊല ചെയ്യപ്പെട്ട ഭാവി വാഗ്ദാനങ്ങളെ കാണാതെ പോയി. റീഹ, എനിക്ക് ഒരു പണിയുമില്ല. എന്തേ? ഇതാണ് എന്റെ പണി. എന്റെ പണി ഞാൻ ഇവിടെ വന്നിരുന്ന് ലൈവ് ചെയ്യുമ്പോൾ എന്റെ പണി നീയാണോ ചെയ്യുന്നത്? ആണോ? ഉള്ള കാര്യം പറയുമ്പോൾ തുള്ളാതെ ഇറങ്ങി പോവിള്ളാരെ. സിത്താര, ലാലി, വാ വാ വാ. നമ്മുടെ ഗസയിലെ കുട്ടികളുടെ പേര് വായിച്ച ടീമുകളെല്ലാം വാ. നമ്മുടെ ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, മഹാനായ പണ്ഡിതൻ, ഓർമ്മശക്തിയുടെ ബുദ്ധിമാൻ ഡോക്ടർ GS പ്രദീപ്, ആത്മഹത്യാ സൂപ്പർ സ്റ്റാർ മധുപാൽ. ഇന്നൊക്കെ വെറുതെ നീയൊക്കെ കരുതിയ ഞാൻ വിടൂലോക്കളെ. ഞാനിങ്ങനെ നിങ്ങളൊന്നും വെറുതെ ഇവിടെ ഉദ്ദേശിച്ചില്ല. നൈജീരിയയിൽ 39 കുട്ടികളോ 40 കുട്ടികളോ തരാൻ എന്റെ കയ്യിൽ പണമില്ല. നിങ്ങൾക്ക് നിർത്തി വായിക്കാൻ സ്റ്റേജ് ഇല്ല. മൈക്ക് വാടക എടുക്കാൻ പോലും എന്റെ കാശില്ല. പക്ഷെ നിങ്ങളെല്ലാവരും ഫേസ്ബുക്കിലൂടെയെങ്കിലും അറ്റ്ലീസ്റ്റ് യൂട്യൂബിലൂടെയെങ്കിലും അതായത് ഗാസയിലെ കുഞ്ഞുങ്ങൾക്കു മാത്രമല്ല പേരുള്ളത്, അവർക്ക് മാത്രമല്ല ഭാവിയുള്ളത് എന്ന് തുറന്നു പറയുമ്പോൾ നമ്മൾ എല്ലാവരുടെയും കണ്ണീരിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്, ഇരകൾക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാകാതെ പോകുന്നത് നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് തുള്ളിക്കളിക്കുന്ന ഈ മതഭീകരതയുണ്ടല്ലോ, മതഭീകരതയോട് നിങ്ങളുടെ മൃദു സമീപനമുണ്ടല്ലോ, അതുകൊണ്ടാണ്. അത് അത്ര പെട്ടെന്നൊന്നും അങ്ങോട്ട് മാറത്തില്ല. സാരമില്ല. നിങ്ങളുടെ ഈ മതപ്രീണനം മറ്റുള്ളവർക്കു മുമ്പിൽ തുറന്ന് കാണിക്കുക എന്നത് നമ്മളുടെ ബാധ്യതയാണ്. ബംഗ്ലാദേശിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ബലാത്കാരം ചെയ്യപ്പെട്ട് പൊതുനിരത്തിൽ കിടന്നു മരിച്ചു, കൊല്ലപ്പെട്ടു. നിങ്ങൾ കരഞ്ഞോ? അറ്റ്ലീസ്റ്റ് ഒരു പോസ്റ്റെങ്കിലും ഇട്ടോ? ഈ രാജ്യത്ത് കാശ്മീരിൽ പഹൽഗാമില് 29 ആളുകൾ മതം ചോദിച്ച് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ടു. പാകിസ്ഥാന്റെ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടനയുടെ 4-5 ഭീകരന്മാരാണ് അത് ചെയ്തത്. നിങ്ങൾ പോസ്റ്റ് ഇട്ടോ? നിങ്ങൾ വിലപിച്ചോ? നിങ്ങൾ കരഞ്ഞോ? ഏറ്റവും ഒടുവിൽ ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തി കുറച്ചു പേരുടെ ജീവൻ എടുത്തു. എന്തേ ശബ്ദിക്കാൻ പറ്റാത്തത്? എന്തേ എതിർക്കാൻ പറ്റാതെ പോകുന്നത്? നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് കുമിഞ്ഞു കൂടുന്ന അന്യമത വിരോധവും മുസ്ലിങ്ങളോടുള്ള മൃദു സമീപനവും കാരണമാണ് നിങ്ങൾക്കതിന് കഴിയാതെ പോകുന്നത്. ഒരു ക്രൈസ്തവ ഇസ്ലാം സംവാദത്തിന് അദ്ദേഹത്തെ വിളിച്ചാൽ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസവും ഇസ്ലാമിന്റെ ദൈവവിശ്വാസം സംബന്ധിച്ച് സംവാദത്തിന് വിളിച്ചാൽ അൻസാരി വരുന്നില്ല. ഖുറാന്റെ ദൈവികതയും ബൈബിളിന്റെ ആ ദൈവികതയും അല്ലെങ്കിൽ മുഹമ്മദിന്റെ ധാർമ്മികതയും ഇവരെപ്പോഴും വിമർശിക്കുന്ന പൗലോസ്ലിഹയുടെ ധാർമ്മികതയും വെച്ചൊരു സംവാദത്തിന് വിളിച്ചാൽ അൻസാരി വരത്തില്ല. ആ നിലയിലല്ല. ഇത് അതിന്റെ വേറൊരു വേർഷനാണ്. മനസ്സിലായോ? ഹിന്ദുക്കൾ ശരിയല്ല, ക്രിസ്ത്യാനികൾ ശരിയല്ല, മുസ്ലിങ്ങൾ മാത്രമാണ് ശരി. ശരി, എന്നാൽ പിന്നെ നമുക്കതിരുന്നൊന്ന് സംവദിച്ച് സ്ഥാപിക്കാം. അൻസാരി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. വരത്തില്ല, സംവാദത്തിന് വരത്തില്ല. അതിന്റെ പങ്ക് അൻസാരിക്കില്ലതാണ്. അൻസാരി വരത്തില്ല. ഒരു ക്രൈസ്തവ ഇസ്ലാം സംവാദത്തിന് അദ്ദേഹത്തെ വിളിച്ചാൽ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസവും ഇസ്ലാമിന്റെ ദൈവവിശ്വാസം സംബന്ധിച്ച് സംവാദത്തിന് വിളിച്ചാൽ അൻസാരി വരുന്നില്ല. ഖുറാന്റെ ദൈവികതയും ബൈബിളിന്റെ ആ ദൈവികതയും അല്ലെങ്കിൽ മുഹമ്മദിന്റെ ധാർമ്മികതയും ഇവരെപ്പോഴും വിമർശിക്കുന്ന പൗലോസ്ലിഹയുടെ ധാർമ്മികതയും വെച്ചൊരു സംവാദത്തിന് വിളിച്ചാൽ അൻസാരി വരത്തില്ല. ആ നിലയിലല്ല അൻസാരി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. വരത്തില്ല, സംവാദത്തിന് വരത്തില്ല. അതിന്റെ പങ്ക് അൻസാരിക്കില്ലതാണ്. അൻസാരി വരത്തില്ല. ഒരു ക്രൈസ്തവ ഇസ്ലാം തുറന്ന് പറയുന്നത് കണ്ടോ? ഇങ്ങനെ കൂടുതൽ ആളുകൾ ഇവരുടെ ഈ കാപഠ്യങ്ങൾ പൊളിച്ചടുക്കണമെന്നേ നമ്മൾ ആഗ്രഹിക്കുന്നു. അടുത്ത എപ്പോഴും റസൂലുള്ളാഹിന്റെ എതിരെ ഇവരുണ്ടാവുള്ളൂ. മുത്തുനബി സാധാരണക്കാരൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സാധാരണക്കാരനാക്കുന്നു എന്നാണ് എപ്പോഴും പറയാ. റസൂൽ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നിടത്ത് മുഴുവൻ പറയും ഇവർക്ക് റസൂലുള്ളാഹിനോട് ബഹുമാനമില്ല, സാധാരണക്കാരനാണ് എന്നാണ്. മുത്തുനബിയെ കുറിച്ച് നമ്മൾ അങ്ങനെയാണോ മനസ്സിലാക്കിയിട്ടുള്ളത്? അള്ളാന്റെ റസൂൽ ഒരു മനുഷ്യ പ്രകൃതിയുള്ള വ്യക്തി തന്നെയാണ്. ഉണ്ണുക, ഉറങ്ങുക, കുടിക്കുക, രോഗം ബാധിക്കുക, അതുപോലെ തന്നെ മയക്കം ബാധിക്കുക, അസുഖം ബാധിക്കുക,
അതിലൊക്കെ വരും. ഇവര് തന്നെ ഇത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന വിഷയത്തിൽ ഇതുവരെ ഇവർക്ക് തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. അതായത് നമ്മുടെ മുത്തുനബി സാധാരണക്കാരനാണോ, മുത്തുനബി ഒരു കുത്തുപുസ്തകവുമായിട്ട് ഇറങ്ങിയത് കളിവീരനായിട്ടാണോ, അദ്ദേഹത്തിന്റെ കാമഭ്രാന്ത് മാറ്റുന്നതിന് വേണ്ടിയാണോ ഒരു റെഡിമെയ്ഡ് ആയിട്ടൊരു പടച്ചവനെയും ഒരു പുസ്തകത്തെയും ഒക്കെ ഇറക്കിയത് എന്ന് ഇവർക്കിടയിൽ തന്നെ സംശയമാണ്. അതായത് നൗഷാദ് ഹസനി പറയും പ്രവാചകൻ ഒരു സ്ത്രീലമ്പടനായിരുന്നു, ഒരൊറ്റ പെണ്ണുങ്ങളെ വഴി നടത്തിയിരുന്നില്ല. അപ്പൊ അലിയാർ കാസ്മി വന്നിട്ട് പറയും അങ്ങനെയൊന്നുമല്ല, 6 വയസ്സുകാരിയൊന്നുമല്ല, 10ാമത്തെ വയസ്സിലൊക്കെ. ഓ ആയിഷയ്ക്ക് 10 വയസ്സിലാണെങ്കിൽ 10 വയസ്സുള്ളപ്പോഴാണ് പ്രവാചകൻ ബന്ധപ്പെടുന്നതെങ്കിൽ പ്രവാചകന്റെ വയസ്സ് എത്രയാണെന്ന് അറിയാമോ? 46. അപ്പൊ അത് മോശമല്ല എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ ഇവരുടെ കുറച്ച് വീഡിയോകൾ കേൾപ്പിച്ചു. മുൻകാലങ്ങളിൽ നമുക്കറിയാം BJPക്ക് കേരളത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥകൾ പലതും കുപ്രചരണം കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച ഒരു സാഹചര്യത്തിലായിരുന്നു. അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ ഇലക്ഷനിൽ മൈനോറിറ്റി വിഭാഗങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം വീടുകളിൽ കയറുമ്പോൾ നമുക്കൊരു ശുഭാന്തരീക്ഷമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും നമ്മൾ ഈ കഴിഞ്ഞായിട്ട് സ്വീകരിക്കുകയാണ്. കാരണം ഇവിടെയുള്ള ഭരണം, അതായത് കേരളത്തിന്റെ ഭരണം കൊണ്ട് അവർ ഏറെക്കുറെ മടുത്തു കഴിഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കി വിദ്യാസമ്പന്നരായ മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകൾ അവർക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊക്കെ സ്വീകാര്യമായിട്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ആരാണോ അവരുടെ കൂടെ നിൽക്കാൻ അവർ തയ്യാറാവുന്ന ഒരു തരത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള റിയാക്ഷനാണ് ഓരോ സ്ഥലത്തും നമുക്ക് കിട്ടുന്നത്. വീടാന്തരം കയറിയിറങ്ങുമ്പോൾ മുസ്ലിങ്ങൾ വച്ച് കിട്ടിയ BJP വിരോധം എന്താണ് എന്ന് ഇവർക്ക് തന്നെ മനസ്സിലാക്കുക. ഇനി ഇതൊന്നും നടക്കത്തില്ല എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു പെൺകുട്ടി, നമ്മുടെ തങ്ങൾ കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടി മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ കയറാം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ പെൺകുട്ടി നേരിട്ടത് എന്തെല്ലാം രൂപത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നു. ഉടനെ തന്നെ ഉസ്താദ് ഇങ്ങോട്ട് വന്നിട്ട് മുസ്ലിം പെൺകുട്ടികൾക്ക്, സുന്നി പെൺകുട്ടികൾക്ക് ആടാനും പാടാനും ഡാൻസ് കളിക്കാനും ഒന്നുമുള്ള റൈറ്റ്സ് ഇവിടെ ഇല്ല, ഇതൊന്നും മതം അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു വന്നില്ലേ. അതായത് വേറൊരാൾ പറയാണ്, ഒരു കബീർ ഉസ്താദ്, അത് തങ്ങൾ കുടുംബത്തിൽ നിന്ന് തന്നെ പെടക്കോഴി കൂവണ്ട, ഇപ്പോഴേ നിയന്ത്രിച്ചിരുത്തിക്കൊള്ളാൻ. മുജാഹിദ് വിഭാഗത്തിന്റെ ഉസ്താദുമാര് പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനെ ചെയ്തത്. ആ പെൺകുട്ടി പഠിച്ചു വന്നപ്പോൾ ആരാധനാലയങ്ങളിൽ ആണും പെണ്ണും എന്തിനാണ് വിവേചനം എന്ന് ആ പെൺകുട്ടിക്ക് തോന്നി. അപ്പോഴേക്ക് ഇവര് വല്ലാതെ അതങ്ങോട്ട് ചോദിച്ചു, ഇവർക്കത് പഠിച്ചില്ല. വളരെ തന്നെ പള്ളികളിലെ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ച മോള് പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞ് വാപ്പയും രംഗത്ത് വരികയുണ്ടായി. ഇവര് തീരുമാനിക്കും ഈ മതത്തിനകത്ത് എന്തു വേണം എന്തു വേണ്ട എന്ന്. ഇവരാണിതെല്ലാം തീരുമാനിക്കുന്നത്. പാട്ടും ഡാൻസും സ്ത്രീകൾക്കെതിരെ മതതിട്ടൂരവുമായി സമസ്ത നേതാവ് അന്യ പുരുഷന്മാർക്കിടയിൽ പൊതുപ്രവർത്തനം നടത്താനും പാട്ടും ഡാൻസും ഫുട്ബോളും കളിക്കാൻ സുന്നി പെൺകുട്ടികളെ കിട്ടില്ലെന്ന് സമസ്ത SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ. ഖുർആൻ നിർദ്ദേശിച്ചതുപോലെ അവർ വീട്ടിലിരിക്കുമെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവ. മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുനവറിലെ ശിഹാബ് തങ്ങളുടെ മകൾ നടത്തിയ പ്രതികരണത്തിലായിരുന്നു ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ പ്രതികരണം. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, നേരത്തെയും ഈ സുന്നി SYS നേതാക്കൾ ഇത്തരത്തിലുള്ള സ്ത്രീ വിരുദ്ധമായ നിലപാടുമായി രംഗത്ത് വന്നിരുന്നു. സ്ത്രീകൾ, പെൺകുട്ടികൾ അവർ വീട്ടിലിരിക്കേണ്ടവരാണ്, അങ്ങനെയാണ് ഇസ്ലാം മതം അനുശാസിക്കുന്നത്, ഖുർആൻ പറയുന്നത്, അല്ലാഹു പറയുന്നത് അങ്ങനെയാണ് എന്ന് ശാഠ്യം കെട്ടി അവരെ വീട്ടിലിരുത്താനുള്ള ഒരു സമീപനം, അതിനെയാണ് ഈ ഒരു ഘട്ടത്തിലും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് അല്ലേ? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളുടെ മകൾ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഒരു വേദിയിൽ വെച്ചായിരുന്നു മകൾ ഇങ്ങനെ പറഞ്ഞിരുന്നത്. നർഗീസ് ഫാത്തിമ, മകളായിട്ടുള്ള നർഗീസ് ഫാത്തിമ പറഞ്ഞത്, അതായത് ഇസ്ലാം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ വിലക്കുണ്ട്, ആ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ചിലരാണ്, കാലഘട്ടം ക്രമേണ ആ വിലക്ക് മാറ്റപ്പെടണം എന്നുള്ളൊരു പ്രസ്താവനയായിരുന്നു ഈ നർഗീസ് ഫാത്തിമ അന്ന് നടത്തിയത്. ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് സമസ്തയിലെ വലിയ ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് വരികയും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഈ ഫാത്തിമ നർഗീസിന് നേരെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് SYS നേതാവും സമസ്ത EK വിഭാഗം നേതാവും ഒക്കെ ആയിട്ടുള്ള നാസർ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്,
അന്യ പുരുഷന്മാർക്കിടയിൽ പൊതുപ്രവർത്തനം നടത്താനും പാട്ടും ഡാൻസും നടത്താനും ഫുട്ബോൾ കളിക്കാനും സുന്നി പെൺകുട്ടികളെ കിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന്, ഖുർആൻ നിർദ്ദേശിച്ചതുപോലെ വീട്ടിലിരിക്കും, പെൺകുട്ടികൾ വീട്ടിലിരിക്കണം, അതാണ് ഖുർആൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. തങ്ങൾ കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടി വളരെ സുന്ദരിയായി ഒരുങ്ങി സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്ന് ഒരു പുരുഷനോടൊപ്പം ഇന്റർവ്യൂ ചെയ്യുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ നവോത്ഥാനം എവിടെയാണ്? നമ്മൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. പെണ്ണിനെ കണ്ടാൽ ഉടനെ തന്നെ കൺട്രോള് പോകുന്ന ഒരു മുറിയൻ സംസ്കാരത്തിൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കാൻ തങ്ങൾ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു ബീവി പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. പെണ്ണ് പൊതുവേദിയിൽ കയറരുത്. പെണ്ണ് പൊതുവേദിയിൽ കയറിയാൽ അള്ളാഹുവിന്റെ സിംഹാസനം കുലുങ്ങുമോ, ഇടിഞ്ഞു വീഴുമോ, മലക്കുകളുടെ കൈ തളരുമോ, കാലൊടിയുമോ? സമർത്ഥമായി പഠിച്ച ഒരു പെൺകുട്ടി സമ്മാനം വാങ്ങാൻ വേദിയിലേക്ക് കയറാൻ പോയപ്പോൾ ആ പെൺകുട്ടിയെ അപമാനിച്ചു വിട്ടതിന്റെ കൂലിയാണ് ഇന്ന് ഫാത്തിമ ഇവരുടെ അണ്ണാക്കിൽ കൊടുത്തത്. ഇത് തങ്ങൾ കുടുംബത്തിലെ പെൺകുട്ടിയാ. നബി അറിയാത്ത, നബിയുടെ പിന്മുറക്കാരായിട്ട് ഒരാണു പോലും ഇല്ലാത്ത ആ കുടുംബത്തിലെ നബിയുടെ പിന്മുറക്കാരെന്ന് അവകാശപ്പെടുന്ന ഒരു കുടുംബത്തിലെ പെൺകുട്ടി പൊതുവേദിയിൽ വന്ന് നിന്ന്, എന്താ പെൺകുട്ടിക്ക് വോളിബോൾ കളിച്ചാല് ഞാൻ വോളിബോൾ താരമാണ്, എന്താണ് സ്ത്രീകൾക്ക് പള്ളിയിൽ കയറിയാല് ഒരുവിധം പൗരോഹിത്യമാണ് അതൊക്കെ തടഞ്ഞു വെച്ചിരിക്കുന്നത്, അതൊക്കെ എന്നേ മാറേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ കേരളത്തിലെ മതപൗരോഹിത്യത്തിന്റെ തലച്ചോറ് തകർക്കുന്ന പ്രസ്താവനയാണത് എന്ന് മനസ്സിലാക്കി പുരോഹിതന്മാർ ഈ കൊച്ചിന് നേരെ അങ്ങോട്ട് തിരിഞ്ഞു. കൊച്ചു വിട്ടില്ല, പറഞ്ഞതിൽ കൊച്ചുറച്ചു നിന്നു. ഒരു 16-കാരി വളരെ പക്വമായിട്ടൊരു പ്രസ്താവനയിലാണ് ആ പെൺകുട്ടി സംസാരിക്കുന്നത്. അതെ, തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു. തങ്ങൾ കുടുംബത്തിൽ പെൺ ശബ്ദം കേൾക്കരുത് എന്ന് പറഞ്ഞിരുന്നിടത്ത് നിന്ന്, പെണ്ണുങ്ങളുടെ ശബ്ദം മേൽക്കൂര കേൾക്കരുത് എന്ന് പറഞ്ഞിടത്ത് നിന്ന്, മുഖം പോലും പെണ്ണിന്റെ മറയാണ്, ഔറത്താണ്, പെണ്ണ് മുഖം മറയ്ക്കണം, അപ്പിക്കുപ്പായത്തിനകത്തിരിക്കണം, വ്യക്തിത്വം മറയ്ക്കണം എന്ന് പറഞ്ഞിരുന്ന അതേ കുടുംബത്തിനകത്ത് നിന്ന് തന്നെ ഒരു പെൺതരി, കനലൊരു തരി മതി, ഫാത്തിമ മതി. അപ്പോ ഇവരുടെ ഈറ്റില്ലം ഇളകി. ഉടനെ ഫാത്തിമയ്ക്കെതിരെ ഇവരങ്ങോട്ട് ഇറങ്ങിത്തിരിച്ചു. ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല, ശരിക്കും മുജാഹിദുകാർ അതങ്ങോട്ട് ഏറ്റുപിടിച്ചു. ബാക്കി പിന്നെ മുജാഹിദുകാർ നോക്കിക്കൊള്ളുമെന്ന് അവരും അങ്ങ് തീരുമാനിച്ചു. അവർക്കത് മനസ്സിലായി. ശരിക്ക് 150ഓളം ഹദീസുകളുടെ പിൻബലത്തിൽ മുജാഹിദുകാർ ഫാത്തിമ പറഞ്ഞത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ രംഗത്ത് വന്നു. പിന്നീട് മുസ്ലിം സ്ത്രീക്ക് പള്ളിയിൽ കയറാമോ പാടില്ലേ, ഇവർ ഒരുപാട് ഉസ്താദുമാരെ ഇറക്കി ഫാത്തിമയെ തിരുത്താൻ ശ്രമിക്കുക. സ്ത്രീകൾ പള്ളി പോലെ ഇസ്ലാമിന്റെ സംസ്കാരമാണ്. ആരെ പറഞ്ഞേ? 900ങ്ങളുടെ കാലഘട്ടത്തിലാണ് ഈ സ്ത്രീകൾ പള്ളിയിലേക്ക് വരുന്നത്. എടവണ്ണക്കടുത്തുള്ള ഒതായി എന്ന് പറയുന്ന പള്ളിയിലേക്കാണ് ആദ്യമായിട്ട് കേരളത്തില് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നത്. ഇത് കുടവ എന്ന് പറയുന്ന മുജാഹിദീങ്ങളുടെ മാസികയുണ്ട്. 1995 മാർച്ച് മാസത്തിൽ പ്രസിദ്ധീകരിച്ച മാസികയിൽ മുജാഹിദ് തന്നെ കൃത്യമായിട്ട് എഴുതിച്ചിട്ടുണ്ട്. ആദ്യമായി കേരളത്തിലെ സ്ത്രീകൾ പള്ളിയിൽ പോയത് എടവണ്ണയിലുള്ള ഒതായി പള്ളിയിലാണ്. അതിനു മുമ്പ് സഹാബത്തിന്റെ കാലത്ത് കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട 10 പള്ളികളിൽ ഒരു പള്ളിയിലും ഒരു സ്ത്രീയും പള്ളി പോയിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് തുടങ്ങുന്നത് തന്നെ ഈ കാലഘട്ടത്തിലാണ്. പിന്നെ നിങ്ങൾ ഇസ്ലാമിന്റെ സംസ്കാരം ഫാത്തിമ പറയുന്നു ഇസ്ലാമിൽ അവരൊന്നും പോയിട്ടില്ല, ഫാത്തിമാന്റെ ഭാര്യ പോയിട്ടില്ല. ഫാത്തിമ പറഞ്ഞത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ ഇവരും ഹദീസുകളുടെ പിൻബലത്തിൽ മുസ്ലിം സ്ത്രീക്ക് പള്ളിയിൽ കയറാമെന്ന് തെളിയിക്കാൻ മുജാഹിദുകാർ. അതുകൊണ്ടാണ് ഞാനൊക്കെ ചോദിക്കുന്നത്, നിരീശ്വരവാദം ഉപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് വരാൻ ഞാൻ തയ്യാറായാൽ ഏതാണ് ശരി?
ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, സുന്നി, EK, AP, അഹമ്മദിയാക്കള്, ഖുർആനിസ്റ്റുകള്, തൗഹീദ് ജമാഅത്ത്, തബ്ലീഗ് ജമാഅത്ത്, അഹ്ലെ ഹദീസ്, ഏതാണ് ശരി? അവരുടെ ഭാര്യമാര് പോയിട്ടില്ല, അങ്ങനെയൊന്നും പോയിട്ടില്ല, ഇവരൊന്നും പോയിട്ടില്ല. പിന്നെ എങ്ങനെ ഒരു സംസ്കാരം മാറുന്നത്? ഇത് സംസ്കാരമൊന്നുമല്ല, ഇത് വേറെ കുറെ താല്പര്യങ്ങളായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പൊ ഇത്തരം ചതികളിലൊന്നും ആരും വിടേണ്ട ആവശ്യമില്ല. നിങ്ങൾ അറിയിച്ചാൽ ഇപ്പൊ വർക്ക് ഫ്രം ഹോമിനാണ് ഡിമാൻഡ് കൂടുന്നത്. ഇത്രയും ജോലിക്കാരുണ്ട് ഇവിടെ, പ്രൊഫഷണലായിട്ട് ആളുകളുണ്ട്. അവർക്ക് ഏറ്റവും താല്പര്യം എന്താ? വർക്ക് ഫ്രം ഹോം, വീട്ടിൽ നിന്ന് ജോലി ചെയ്യാം, എന്നിട്ട് സാലറി അക്കൗണ്ട് കൊടുത്തു തരിക. നല്ല ഏർപ്പാടാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രമിക്കുന്നത്, വർക്ക് ഫ്രം ഹോം. ഈ വർക്ക് ഫ്രം ഹോമിന്റെ ഗണ്യമായ വർധനവ് നടന്നു വരുന്നു എന്നുള്ളതാണ്. അതായത് 2020 വനിതാ പ്രൊഫഷണലുകളായ ആളുകൾ 22% വർധനവാണ് വീട്ടിൽ നിന്ന് ജോലികൾ അനുമതി നേടിയത്. അത് മാത്രമല്ല, വേറെ കണക്ക് സൂചിപ്പിക്കുന്നത് ലോകാടിസ്ഥാനത്തിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ വേൾഡ് ഇൻ ഡാറ്റ എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് പ്രകാരം 2022 ലോകമെമ്പാടുമുള്ള വർക്ക് ഫ്രം ഹോം ഉപയോഗിച്ചതിൽ 60% സ്ത്രീകളാണ്. അപ്പൊ സ്ത്രീകൾ പുറത്തിറങ്ങാതെ വീടിന്റെ ഉള്ളിൽ നിന്ന് ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. അതിന് പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താ? വർക്ക് ഫ്രം അവർ തെരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട സ്ത്രീകൾ പുറത്തിറങ്ങിയാൽ എന്താണ് ഉസ്താദെ? നിങ്ങളെ പോലെയുള്ള ആളുകളുടെ നിയന്ത്രണം പോയി പോകുമോ? നമ്മുടെ നാട്ടിൽ ഒരു പട്ടിക്ക് പേ പിടിച്ചാൽ പട്ടിയെ തല്ലിക്കൊല്ലും, പൂട്ടിയിടും, അല്ലെങ്കിൽ ചികിത്സിക്കും. അല്ലാതെ ആ നാട് മൊത്തം ക്വാറന്റൈൻ പ്രഖ്യാപിച്ച് എല്ലാവരും പൂട്ടി അകത്തിരിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഉസ്താദെ ശരിയാകുക? നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടുകൾ നിയന്ത്രിക്കണം. പെണ്ണിന്റെ തോള് കണ്ടു, നെഞ്ച് കണ്ടു, ചെവി കണ്ടു, കൈ കണ്ടു, ഉടനെ തന്നെ ഉദ്ധരിക്കുന്ന ലിംഗവുമായി ഇറങ്ങി തിരിച്ചാൽ പിന്നീട് മൂത്രമൊഴിക്കാൻ പോലും സുനയുണ്ടാകത്തില്ല. കാരണം ഒന്ന് കുടുംബപരമായ ഉത്തരവാദിത്തങ്ങളാണ്, രണ്ട് സുരക്ഷാ പ്രശ്നങ്ങളാണ്, സ്ത്രീകൾ പുറത്തേക്ക് പോകുമ്പോഴുണ്ടാകുന്ന സുരക്ഷാ പ്രശ്നങ്ങളാണ്, മറ്റൊന്ന് യാത്രാ സൗകര്യങ്ങളാണ്. അവരുടെ ഈ പീരീഡ്സ് ഒക്കെ മെൻസസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്തുള്ള യാത്രാ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അവരൊക്കെ പരിഗണിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യാം? വീട്ടിൽ നിന്ന് ജോലിയായി എന്നുള്ളതാണ്. ഇതാണ് ഇസ്ലാം മുന്നേ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പള്ളി പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ഇസ്ലാം മുന്നേ പറഞ്ഞു വെച്ചത് ഈ വിഷയം അതുകൊണ്ടാണ്. അതല്ല ഉസ്താദെ, ഹൂറികളെ എന്തിനാണ് പൂട്ടിയിട്ടിരിക്കുന്നത്? ചിപ്പിക്കകത്തുള്ള മുത്തുപോലെയുള്ള ഹൂറികളെ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകുമോ? അവർക്ക് പീരീഡ്സ് ഇല്ലല്ലോ, അവർക്ക് പ്രസവമില്ലല്ലോ, അവർക്ക് മലമൂത്ര വിസർജനങ്ങളൊന്നുമില്ലല്ലോ. എന്നിട്ടും ഈ ഒട്ടിച്ചു മടക്കി ചിപ്പിക്കകത്തൊക്കെ വെച്ചിരിക്കുന്നത് എന്തിനാണ് ഉസ്താദെ? നിങ്ങളെ പേടിച്ചിട്ടാ? സ്വർഗം കാക്കാനും മലക്ക്, നരകം കാക്കാനും മലക്ക്. സ്വർഗത്തിൽ നിന്ന് എന്താ ആരെങ്കിലും ഇറങ്ങി ഓടുവോ? അതോ നരകത്തിലേക്ക് ആരെങ്കിലും ചാടി കയറി വരുവോ? നിങ്ങൾ എത്ര കാലം ഈ 6-ാം നൂറ്റാണ്ടിലെ ഗോത്രമതത്തെ കോട്ടിട്ട് വന്ന് ന്യായീകരിച്ച് എത്ര കാലമാണ് നിങ്ങളിത് ന്യായീകരിക്കാൻ പോകുന്നത്? ആടാൻ പാടില്ല, പാടാൻ പാടില്ല, പെണ്ണുറക്ക സംസാരിക്കാൻ പാടില്ല, പെണ്ണ് ആണിനോടൊപ്പം മിക്സ് ചെയ്തിരുന്ന് പഠിക്കാൻ പാടില്ല, പെണ്ണ് പൊതുവേദിയിൽ കയറാൻ പാടില്ല, പെണ്ണ് എയ്ഡ്സ് ബോധവൽക്കരണത്തോടനുബന്ധിച്ചിട്ട് 2 ചുവട് വച്ചതിന്റെ പേരിൽ പള്ളി വിലക്ക്, പെണ്ണ് കാലിൽ ചിലങ്ക കെട്ടിയാൽ അതിന്റെ മാതാവ് മരിച്ചാൽ പോലും പള്ളിയിൽ അടക്കില്ല, പെണ്ണ് സ്കൂട്ടർ ഓടിച്ചാൽ കാല് തല്ലി ഒടിക്കുക. നിങ്ങൾക്ക് ഇനിയും നേരം വെളുക്കാനായിട്ടില്ലേ ഉസ്താദെ? ആക്ച്വലി കൾച്ചറൽ ആയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത്. അപ്പം ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് വുമൺ കാണ്ട് എൻറ്റർ മസ്ജിദ്. പക്ഷെ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല, അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച്. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൺ റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് സൂൺ. അങ്ങനത്തെ പെൺകുട്ടികളെ നമുക്ക് വിളിക്കണ്ട. ഉടമസ്ഥന്റെ നിങ്ങൾക്ക് അറിയില്ലോ, ഉടമസ്ഥന്റെ തീരുമാനം രക്ഷിതാവിനോട് വരാൻ പറയും. ഞാൻ വിളിച്ചത് അല്ലല്ല, ഞാൻ എന്റെ കുട്ടികളെ വരണ്ടാന്ന് കുട്ടികളോട് വരണം. പിന്നെ പ്രശ്നങ്ങളെന്തോട് ഇത്തിയാണ് വേണ്ടാത്ത പണി ചെയ്യാൻ അതൊക്കെ ബോധത്തിൽ വരുന്നത്. അതൊക്കെ വെറുതെ ഈ സ്വാധീനത്തിലാണ് പോകുകയാണ്. പക്ഷെ ഈ സാധനത്തിലൂടെ ഇതങ്ങ് മേപ്പോട്ട് പോകൂലേന്ന് ഇന്റർനെറ്റിനെ ഭയക്കുക, ഫോട്ടോയെ പേടിക്കുക, പ്രചാരണങ്ങളെ ഭയക്കുക.
അപ്പൊ മാഷിദ PV എന്ന പെൺകുട്ടി സമർത്ഥമായി പഠിച്ചതിന്റെ പേരിൽ സമ്മാനം വാങ്ങാൻ വേദിയിൽ കയറിയപ്പോൾ കുരുക്കൾ പൊട്ടിയ ഉസ്താദുമാരാരും തങ്ങന്മാരുടെ കുടുംബത്തിൽ നിന്ന്, പാണക്കാട് കുടുംബത്തിൽ നിന്ന് 16-കാരിയായിട്ടുള്ള ഫാത്തിമ നർഗീസ് വേദിയിൽ കയറിയത് കണ്ടിട്ടില്ല. മുഖവും മറച്ചിട്ടില്ല. ഇന്റർവ്യൂ ചെയ്യുന്നത് പുരുഷനുമാണ്. കഴിഞ്ഞില്ലേ കാര്യം? എന്നിട്ട് തിരുത്താൻ പറ്റില്ലല്ലോ. നബി കുടുംബത്തെ എന്തെങ്കിലും പറയാൻ പറ്റും. അതുകൊണ്ട് ഇവര് തൽക്കാലം മുസ്ലിം പെൺകുട്ടികൾക്ക് പള്ളിയിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുക. ലിപ്സ്റ്റിക് ഇട്ട പെണ്ണ് വേശ്യയാണ് എന്ന് ഹുസൈൻ സലഫി മാത്രമല്ല എല്ലാ മതസംഘടനാ വിഭാഗങ്ങളിലും, ഇസ്ലാം മതസംഘടനയിലെ മുഴുവൻ ഉസ്താദുമാരും വാതോരാതെ പെച്ചങ്ങിച്ചതാ. ഇപ്പൊ കുഴപ്പമില്ല അല്ലേ? ഇതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് മുസ്ലിം സമൂഹത്തില് ലിപ്സ്റ്റിക് ഇടാത്ത എത്ര പെണ്ണുങ്ങളുണ്ട്? മേക്കപ്പ് ഇടാത്ത എത്ര പെണ്ണുങ്ങളുണ്ട്? എത്ര പേര് ഇവര് വേശ്യകളാണെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തും. മാറിക്കൊണ്ടിരിക്കുന്ന കണ്ടോ? ഇനി ഒന്നും കൂടി എഴുതി വെച്ചു. എല്ലാ മുസ്ലിം കുടുംബങ്ങളിലും ഓരോ നിരീശ്വരവാദികൾ, അതല്ലെങ്കിൽ യുക്തിവാദികൾ, ഓരോ മതരഹിതർ, അതായത് മുർത്തദ്ദുകൾ ഉയർന്നു വരും. എഴുതി വെച്ചോ. ഇതിനൊന്നും അധിക താമസമില്ല. ഇനി മുർത്തദ്ദുകൾ വളരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഫാത്തിമ എവിടെ നിൽക്കുന്നു ഇപ്പോൾ? മതം വിട്ട് പുറത്തു വന്നു കഴിഞ്ഞു. സ്ത്രീകൾക്ക് പള്ളിയിൽ കയറാമെന്നോ? മതത്തിന്റെ ഏതെങ്കിലും ഒരു തത്വത്തെ എതിർത്താൽ അവര് പിന്നീട് എവിടെയാ നിൽക്കുന്നത്? ഇത്രയും കാലവും മതം പറഞ്ഞ് ആളെ പറ്റിച്ച് ഇവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. സ്ത്രീകളെ അടിമകളാക്കുന്ന ഇതേ വിഭാഗത്തിൽ നിന്ന് തന്നെ സ്ത്രീ മുന്നേറ്റങ്ങൾ ഉണ്ടാകും. പിടക്കോഴി കൂവിക്കൊണ്ടേയിരിക്കുന്നു. തങ്ങൾ കുടുംബത്തിലെ പിടക്കോഴിക്കു കൂവാം, അല്ലേ? സാധാ കുടുംബത്തിലെ മാഷിദാമാര് കൂവണ്ട. സമ്മാനം വാങ്ങി മിണ്ടാതെ പഞ്ചപുച്ഛമടക്കി പൊയ്ക്കോളാം. വേണ്ട, മാഷിദ PVയുടെ വാപ്പ വന്ന് വാങ്ങിച്ചു. മാഷിദ PV പഠിക്കട്ടെ. പുതിയ ചിന്തയുള്ള, തലച്ചോറുപയോഗിച്ച് ചിന്തിക്കുന്ന, ഹൃദയശൂന്യരല്ലാത്ത, വിദ്യാസമ്പന്നരായിട്ടുള്ള, യുക്തിബോധവും വിവേചന ബുദ്ധിയുമുള്ള പെൺകുട്ടികൾ മുസ്ലിം കുടുംബങ്ങളിൽ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഓരോ മുസ്ലിം കുടുംബങ്ങളിലും ഓരോ ജാമിദാമാർ ഉദയം ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കിനി ഈ ഒഴുക്കിനെ തടയാൻ പറ്റില്ല. അതാണ് അലിയാർ കാസിമിയൊക്കെ വിലപിക്കുന്നത്. അയ്യോ, ഒരുപാട് ആളുകൾ മതം വിട്ടു പോകുന്നു, 10,000-കണക്കിന് യുവാക്കൾ മതം ഉപേക്ഷിച്ച് പോകുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണോ? നിങ്ങളെ കൊണ്ടത് തടയാൻ പറ്റില്ല. നിങ്ങളെ കൊണ്ടത് തടയാൻ പറ്റില്ല. MM അക്ബർ പറയുന്നു, അയ്യോ ആളുകൾ മതം ഉപേക്ഷിച്ച് പോകുന്നു. അതുപോലെ മറ്റേ മുനീർ ഹുദവി പറയുന്നു, മതം മാറാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുവാണ് എനിക്ക് പറ്റില്ല എന്ന്. ഒരു +2കാരൻ എന്നോട് അള്ളാഹു എവിടെയെന്ന് ചോദിച്ചു, എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. 10-14 വർഷം ഇസ്ലാമിക പഠനശാലകളിൽ മാറിയും തിരിഞ്ഞും കിതാബുകൾ വായിച്ചു പഠിച്ച ഉസ്താദിന് പടച്ചോൻ എന്താണെന്നും പടച്ചോൻ എവിടെയാണെന്നും എന്തുകൊണ്ടാണ് പടച്ചോനെന്നും തെളിയിക്കാൻ പറ്റിയില്ല. ഇനിയും നിങ്ങൾക്കെതിരെ മുസ്ലിം സമൂഹത്തിലെ യുവാക്കൾ തിരിയാൻ പോകുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ കൊള്ളയടിയും നിങ്ങളുടെ ഈ പിടിച്ചെടുക്കുന്ന തട്ടിയെടുക്കുന്ന രീതിയുണ്ടല്ലോ, വഖഫ്, അതിനൊക്കെ എതിരെ നിങ്ങൾക്കിനി പണി കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. ജാഗ്രത. ആണുങ്ങൾക്ക് സുഖിക്കണം, ഭോഗിക്കണം. അതിനു വേണ്ടി മാത്രം ഒരു കിതാബും ഒരു മതവും ഒരു പുസ്തകവും. എന്താ സംശയം? അതെ, ഷൈജൻ ശരിയാണ്. ഇനി സ്റ്റേജിൽ വിളിക്കണ്ട, പുസ്തകം കൊറിയർ വഴി അയക്കട്ടെ, അല്ലെങ്കിൽ വാട്സപ്പിൽ അതിൻ്റെ ചിത്രങ്ങൾ ഇട്ട് കൊടുത്താലും മതി, അല്ലേ? നമുക്ക് പോയേക്കാം.